ഹലോ, കേക്കാവോ?
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ആൾക്കാരായിട്ട് പരിചയപ്പെട്ട് തുടങ്ങാം. അൺകോൺഫറൻസ് പരിചയപ്പെടുമല്ലോ, ഓരോ ആൾക്കാരെ ഒരു ആരൊക്കെയാണെന്നുള്ള പരിചയപ്പെടുക എന്നുള്ളതാണ് അൺകോൺഫറൻസ്. പറയൂ. അവിടെ നിന്ന് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എല്ലാവരും പരിചയമുള്ള ആൾക്കാർ അടുത്തടുത്തിരിക്കുകയല്ലേ. ഇത് പരിചയമില്ലാത്ത ഓരോ പേയേഴ്സ്, പരിചയമില്ലാത്ത പരിചയമില്ലാത്ത ആൾക്കാർ പരസ്പരം കണക്ട് ചെയ്ത് പേയേഴ്സ് ആയിട്ടൊന്ന് പോയേ. ടേക്ക് ചെയേഴ്സ് ആൻഡ് പരിചയമില്ലാത്ത രണ്ടുപേര് വീതം ബഡ്ഡീസ് ആവും. പരിചയമില്ലാത്ത ആൾക്കാർ പേയേഴ്സ് ആവും ആൻഡ് പരസ്പരം പരിചയപ്പെടുക. ഇങ്ങോട്ട് പോവാ. പരിചയമില്ലാത്ത ആൾക്കാർ പരസ്പരം പരിചയപ്പെടുക. അപ്പോ ഒരു 2 മിനിറ്റ് സമയം എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടതിന് ശേഷം അടുത്തയാളിനെ മറ്റേയാൾ പരിചയപ്പെടുത്തുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് ടെൽ സംതിങ്, വൺ ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് ദ അതർ പേഴ്സൺ. സംതിങ് ഫണ്ണി ഓർ സംതിങ് എൻഗേജിങ്. അത് കഴിഞ്ഞിട്ട് പറയാൻ പറ്റണം. ഓക്കെ, എങ്ങോട്ട് വേണം? യു ക്യാൻ ഫൈൻഡ് എ പേഴ്സൺ ഹൂം യു ഡു നോട്ട് നോ ഏർലി. നേരത്തെ അറിയാത്ത ആൾക്കാർ. യു ജസ്റ്റ് 30 seconds more. Okay, time up. Okay, introduce him. You introduce him to us. Okay.
Okay, his name is Jishnu, and he's doing research on AI based, and his aim is to develop a product. Okay, so his aim is to develop a product. അതാണ് പുള്ളി നോക്കുന്നത്. And from him I came to understand that he is so cool, so open. I felt okay. ആരും because at starting movement ആരും അങ്ങനെ പറയില്ല. They are doing some product development or something. Okay, cool. So let's make. അപ്പൊ ഇതൊരു അൺകോൺഫറൻസ് ആണെന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് അൺകോൺഫറൻസ് അറ്റൻഡ് ചെയ്യണേ? ഇതിനു മുമ്പ് അൺകോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? കോൺഫറൻസുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. സെഷൻസ്, ബൂട്ട് ക്യാമ്പ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അൺകോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല. വി ജസ്റ്റ് കം ഹിയർ. കുറച്ച് ആൾക്കാർ വരുന്നു. ഈ വരുന്ന ആൾക്കാർ പരസ്പരം പരിചയപ്പെടുകയും അവര് അവിടുന്ന് ഉയർന്നു വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമായിട്ട് ഡിസ്കഷൻസ് മുമ്പിലേക്ക് പോവുകയും പിന്നെ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ടോപ്പിക്സും വരുന്ന ആൾക്കാരായിട്ട് ചെറിയ ബ്രേക്ക് ഔട്ട് റൂംസ് ആയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ ആക്ച്വലി ഇത് യു ഡോണ്ട് പീറ്റർ. ഓക്കെ, അപ്പോ ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി. അപ്പൊ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇവിടെ പ്രത്യേകിച്ച് സ്പീക്കേഴ്സ് ഇല്ല. അപ്പോൾ നിങ്ങളൊക്കെ തന്നെ ഈ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും തീരുമാനിക്കണം എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ബൈ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള കുറെ ആൾക്കാരെ പരിചയപ്പെടാനായിട്ടും കണ്ടിന്യൂഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ചെറിയ ചെറിയ എന്താണ് ലേണിംഗ് ഗ്രൂപ്പ്സുകളായിട്ട് മാറാനായിട്ട് പറ്റണം. ആൻഡ് ബൈ 7 വി വിൽ ബി ലോഞ്ചിങ് സംതിങ് ഇൻ ട്വിറ്റർ സ്പേസിനകത്ത് എല്ലാ വീക്കും ഇതുപോലത്തെ അൺകോൺഫറൻസ് ഓൺലൈനായിട്ട് ചെയ്യുന്നൊരു, ബിക്കോസ് ഫയ പോർട്ടേറ്റീവ്സ് ലവ് ഫയ പോർട്ടേറ്റീവ് 2013 2013 തുടങ്ങിയത്. 2013 നിങ്ങൾ എവിടെയായിരുന്നു? സ്കൂളിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന എത്ര പേരുണ്ട് 2013? നവീൻ ഉണ്ടായിരുന്നു, ആ അലി ഉണ്ടായിരുന്നു. ഓക്കെ, സോ ദിസ് വാസ് സ്റ്റാർട്ടഡ് just because normally people say like we do not have avenues for coming together in Kerala. കേരളത്തിലില്ല, ബാംഗ്ലൂരിൽ മാത്രമേ അങ്ങനത്തെ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി വൈബ് ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമ്മളതൊരു പ്രോബ്ലം ആയിട്ട് പറഞ്ഞു നിൽക്കാണ്ട് ലെറ്റ്സ് ട്രൈ ടു ക്രിയേറ്റ് സംതിങ് ഓഫ് അവർ ഓൺ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ മാസവും ഫസ്റ്റ് വെനസ്ഡേ സോ എവറി വൺ ഫസ്റ്റ് വെനസ്ഡേ സെഷൻസ് എന്ന് പറയുന്നത് ഓരോ മാസവും പുതുതായിട്ടുള്ള ഒരു ട്രെൻഡിങ് ടോപ്പിക് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യം, ഒരു ടെക്നോളജിയുടെ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനെക്കുറിച്ച് ടോപ്പിക്സ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഹലോ, യാ, അങ്ങനെ ഒരു 100 എഡിഷൻ കഴിഞ്ഞു. അപ്പൊ 50ാമത്തെ എഡിഷൻ നമ്മൾ ഡിസ്ട്രിക്ട് കേരള എന്ന് പറഞ്ഞിട്ട് ടെക്നോളജി ഡ്രിവൺ ആയിട്ട് ഒരുപാട് ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 4-5-6 വർഷം കഴിഞ്ഞപ്പോൾ 100th എഡിഷൻ ആയി. 100th എഡിഷൻ ആയ സമയത്ത് നമുക്ക് ഇനി ഇവോൾവ് ചെയ്യേണ്ട സമയമായി. നമുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്, ഒത്തിരി ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ മുകളിൽ വരുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും അതിനെ അഡാപ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വന്നു. അപ്പോഴും എപ്പോഴും നമ്മുടെ ഈ ഒരു സെഷൻസ് വരുമ്പോൾ there will be a session, lot of people come together, we discuss on a topic and then എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണ്. നെക്സ്റ്റ് മന്ത് there will be another topic, people come together, നല്ല ഫോട്ടോ എടുക്കും, വീഡിയോ ലൈവാണ്, കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ആ ഡിസ്കഷൻസ് കണ്ടിന്യൂ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്.
ഹലോ. അപ്പോൾ ആ ഒരു ഡിസ്കഷൻസ് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നതിന് അപ്പോൾ ഡെവലപ്പേഴ്സിന്റെ അല്ലെങ്കിൽ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്ന അവന്യൂസ് ഇവിടെ ഉണ്ടാവണം. അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അത്രത്തോളം അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങളെല്ലാം ടെക്നോളജി ഇന്നോവേഷൻസ് എല്ലാം നടക്കുന്ന എക്കോസിസ്റ്റം ഉള്ളത്, അതുപോലെ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരും അവർ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് നടക്കുന്നതിന് അപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസസ് നടക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ഹിയർ അൺഫോർച്ചുനേറ്റ്ലി വി വർ നോട്ട് ഏബിൾ ടു ക്രിയേറ്റ് അതൊരു വലിയൊരു കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ് ആക്കി മാറ്റാൻ നമുക്ക് പറ്റിയില്ല. സോ 10 years ആകുന്ന സമയത്ത് നമ്മളത് 10 വർഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് പീരീഡ് ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ഹൺഡ്രഡ്സ് ഓഫ് ടോപ്പിക്സ്. നൂറുകണക്കിന് ആൾക്കാർ സ്പീക്കേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. 10,000-ഓളം ആൾക്കാർ ഇവിടെ ഇതേ സ്ഥലത്ത് വന്ന് പല സെഷൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ വി വാണ്ട് ടു ക്രിയേറ്റ് സംതിങ് ദാറ്റ് കണക്ട്സ് പീപ്പിൾ ടുഗെദർ. ആൾക്കാർ പരസ്പരം വന്ന് സെഷൻ കേട്ടിട്ട് പോകുന്നതിന് പകരം ആൾക്കാരെല്ലാവരും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുകയും മനസ്സിലാക്കുകയും കണ്ടിന്യൂഡ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഒരുമിച്ച് മുമ്പിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അവർക്ക് കണ്ടിന്യൂഡ് ആയിട്ട് എല്ലാ വീക്കും എൻഗേജ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് സ്പേസസ് ഉണ്ടാവുകയും ചെയ്യുക, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അൺകോൺഫറൻസ് എന്നൊരു പേരിട്ടിട്ട് ഈ ഒരു കാര്യം വിളിച്ചത്. സോ ദാറ്റ് എല്ലാവർക്കും എന്ത് വേണോ ടോപ്പിക്കായിട്ട് സംസാരിക്കാം. ആൻഡ് സ്ലോലി ആദ്യം നമ്മൾ വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ഇത് തുടങ്ങിയതേ നമ്മൾ ഒരാൾ വന്ന് ഇവിടെ ഇരുന്നു, രണ്ടാമത്തെ ആൾ വന്നിരുന്നു. ഇപ്പൊ അത് കുറച്ചുകൂടി വലിയൊരു സർക്കിളൊക്കെ ആയിട്ട് മാറി. ഇതെങ്ങനെ രൂപപ്പെട്ടു വരുമെന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഓഡിയൻസ്, ബിക്കോസ് നിങ്ങൾ തമ്മിൽ പരസ്പരം എൻഗേജ് ചെയ്ത് പോകുന്ന സ്ഥലത്താണ് അൺകോൺഫറൻസ് സക്സസ്ഫുൾ ആവുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് introducing and understanding each other. Okay. So I met him. So then he is the marketing director here. His name is Renju. Sorry, his name is Renju. So then he is the marketing director here, and then he is from Andaman and Nicobar Islands, which is a very interesting thing for me. So then his father is from Kerala, and then yeah. So then he happened to work there, and that's what I got to know about him from this very little time I got with him. Yeah. Okay, thank you. അപ്പോൾ രഞ്ജുവിനെയാണ് പരിചയപ്പെടുന്നത്. ഓരോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്താണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഞാൻ ആരാണെന്ന് പറയുന്നതിന് പോലെ ഓരോ ആൾക്കാർ പരസ്പരം മറ്റൊരാളെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രഞ്ജുവിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയാം. രഞ്ജു ഇസ് ദ മാർക്കറ്റിംഗ് ഡയറക്ടർ ഹിയർ എന്നുള്ളത് പറയുന്നത് മാത്രമല്ല, ഹി ഹാസ് വെരി ഡെപ്ത് നോളജ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല, ഓവറോൾ മാർക്കറ്റിംഗിന്റെ എല്ലാ കാര്യത്തിനെ കുറിച്ച് വളരെയേറെ അറിവുള്ള ഒരാളാണ്. സോ അതിനെക്കുറിച്ച് എന്ത് ടോപ്പിക്ക് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിലും അത് ചോദിക്കാനായിട്ട് പറ്റിയ ഒരാൾ കൂടിയാണ്. So I met Anto. He's a tech enthusiast. That's what I understood from his conversation. He was initially working and now he's running his own freelance business. So anything related to web development, I'm sure he will be able to share a lot of insights. That is what I understood about Anto. I think FAYA has not like way better people here. Yeah. So one virtue that FAYA has is knowledge sharing. Is knowledge doubled? Okay, so the more you share, the more knowledge it'll increase. The power of knowledge increases. So I think everybody has what their share of knowledge that we can discuss and learn. Yeah, thank you. Hello. Hi. My name is Shivaranjan. I'm studying BBA in National College. നിന്നെ കുറിച്ച് പരിചയപ്പെടുത്താറില്ല, ഇതിനെ കുറിച്ച് വേറെ ആരെങ്കിലും പരിചയപ്പെടുത്തും. ഓക്കെ, സോറി. ഞാൻ പരിചയപ്പെടുത്ത ചേട്ടനെ കാണാനില്ല. ഹലോ, എവിടെ പരിചയപ്പെടുത്തേണ്ടത് ബാക്കി പോയിരിക്കുന്നു. ജിക്കു, come on. അപ്പോ ഒരാളെ പരിചയപ്പെടുന്നതും അയാളെ കുറിച്ച് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് നമ്മളെ ഏൽപ്പിച്ചത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ജിക്കുവിനെ കുറിച്ച് എന്താണ് പറയണമെന്ന് കേൾക്കാനായിട്ട്. ആരാണ് അയാൾ? ജിക്കു. ബ്രോ ആണെങ്കിൽ സിംഗപ്പൂരിലാണ് ജോലി ചെയ്യണത്. സിംഗപ്പൂരിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ.
ഫസ്റ്റ് പ്രാവശ്യമാണ് ഞാൻ മൈക്കിൽ സംസാരിക്കുന്നത്, സോ ആ, അതിന്റെ ട്രബിൾസ് ആണ്. ആ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എന്തോ ആണ് വർക്ക് ചെയ്യണത്. അങ്ങനെയാണ് ഇത്ര പരിചയപ്പെട്ടുള്ളൂ. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് അങ്ങനെ ചോദിച്ചില്ല, സോറി. ചോദിച്ചില്ല. ഇത് കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ മൊത്തത്തിൽ? അങ്ങനെ തോന്നുന്നു. ഫ്രണ്ട്ലി ആണ്. വളരെ ഫ്രണ്ട്ലി ആണ് പുള്ളി. ഉം. അപ്പൊ ജിക്കുവിനെ കുറിച്ച് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല പറഞ്ഞോളൂ, നീ പറഞ്ഞു. മുഹമ്മദ് പരിചയപ്പെടുത്തു. ആ, ജിക്കുചേട്ടൻ വലിയൊരു സംഭവമാണ്. ബ്ലോക്ക് ചെയിനിലൊക്കെ ശരിക്കും പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് ചെയിനിന്റെ ശരിക്കും ടോക്ക് ഒക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ പറയുന്ന പോലെ ജോലിയല്ല ചെയ്യാറ്, ആക്ച്വലി ഒരു കമ്പനി ഓൺ ചെയ്യാണ്. ഇപ്പം ഫ്ലിപ്കാർട്ടും ഒക്കെ ആയിട്ട് എന്തോ വലിയ വലിയ ഡീലൊക്കെയാണ് ഇപ്പം ജിക്കുചേട്ടൻ ചെയ്യാറ്. പിന്നെ മെയിൻലി സ്റ്റുഡൻസ്, നമ്മളെ പോലത്തെ കുറെ കോളേജ് സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്ത് എന്റർപ്രണർഷിപ്പിലോട്ട് കൊണ്ട് തള്ളിയിടുക. അതാണ് ജിക്കുചേട്ടന്റെ മെയിൻ എയിം. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അവനെ പരിചയപ്പെടുത്ത ചെറുക്കിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണോന്നാ? എന്താ ജിക്കു ഇത്? എഴുന്നേറ്റിരിക്കാം. ജിക്കു എഴുന്നേറ്റ് നിന്നായിരുന്നു അവൻ. ഞാൻ എഴുന്നേറ്റിരിക്കണം. അല്ല, ജിക്കു എഴുന്നേറ്റ് നിന്നായിരുന്നു അവൻ പരിചയപ്പെടുത്തിയപ്പോ. ഇല്ല, അത് പിന്നെ പിന്നെ പ്രായമുള്ളവര് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞു. അങ്ങനെ ഓക്കെ. പുള്ളി BBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ, പുള്ളി 2 സ്കൂൾസിൽ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഒരു സ്കൂള് ഭാരത് വിദ്യാഭവനായിരുന്നു, രണ്ടാമത് സെന്റ് മേരീസ് ആണ്. ഇത് കഴിഞ്ഞ് പുള്ളിക്ക് BBA പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, കാരണം BBA പഠിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പുള്ളിക്ക് MBA ചെയ്യണമെന്നാണ് ആഗ്രഹം. അതും ബാംഗ്ലൂരിൽ നിന്ന് MBA ചെയ്യണമെന്നാണ് ആഗ്രഹം. അതെന്താ? അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ലേ, ശരിയല്ലേ? അത് കഴിഞ്ഞ ഉടനെ പുള്ളിക്ക് ജോലിയാണ്. എന്നിട്ട് അത് കഴിയുമ്പോൾ കല്യാണം കഴിക്കണം അല്ലേ? ഇല്ലേ, കല്യാണം കഴിക്കുന്നില്ല. അപ്പൊ കല്യാണം കഴിക്കുന്നില്ല, അതുവരെ അതും ചെയ്യും അല്ലേ? ഓക്കെ. പുള്ളിക്ക് ഒരു ചേട്ടനുണ്ട്. പുള്ളി IAS കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? തിരുമലയിലാണ് പുള്ളി താമസിക്കുന്നത്. ആൻഡ് ജനറലി ഭയങ്കര പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം പറയാൻ പറഞ്ഞിരുന്നു. ഇതാണ് കാര്യം, ആരെന്ത് തമാശ പറഞ്ഞാലും പുള്ളി ഇമ്മീഡിയറ്റ്ലി അതിനൊരു നല്ല റെസ്പോൺസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല, ചിലപ്പം പറയുമായിരുന്നു. എന്തേലും പറയാനുണ്ടോ? പേര് പരിചയപ്പെടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, എക്സലന്റ്. ഓക്കെ, ഹായ്, ഞാൻ വിശാഖ്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവേക്. ഐബോസോണിലാണ് വർക്ക് ചെയ്യുന്നത്, iOS ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ബൂമിംഗ് ആയിട്ടുള്ള AR VR ആ ഒരു ാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. പക്ഷെ പുള്ളിനെ കുറിച്ച് ഞാൻ ഇന്നറിഞ്ഞ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അമൽ ജ്യോതി കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് 2012 തന്നെ അവിടുത്തെ ഇപ്പോൾ അമൽ ജ്യോതിയിൽ കുറച്ച് റിലാക്സേഷൻ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, പുള്ളി പഠിച്ച ഒരു സമയത്ത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കഥകൾ എന്തൊക്കെയാണെന്ന് പുള്ളി അടുത്ത് നേരിട്ട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ, ഞാൻ വിവേക്. ഞാൻ വിശാഖിനെയാണ് പരിചയപ്പെട്ടെ. വിശാഖ് തന്നെയാണ് പരിചയപ്പെട്ടെ. പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ലാസ്റ്റ് വീക്ക് ഞങ്ങളൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, അന്നേരം ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം അത് കോൺഫറൻസ് അല്ലായിരുന്നു, അല്ല അത് മീറ്റപ്പ്, എന്തോ മീറ്റപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. സോ വിശാഖാണ് ഈ ക്യൂബസിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണ്. റിയാക്റ്റിലെ പുലിയാണ്. ഇടയ്ക്ക് എന്തോ സ്റ്റാർട്ടപ്പ് ഒക്കെ ചെയ്തിരുന്നു. പിന്നെ വേണ്ടേ, ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പ്രാക്ടിക്കൽ ലൈഫ്, മാരീഡ് ആണ്. അഥവാ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈഫിന്റെ ഫേസിലേക്ക് കല്യാണ ചെലവുകളെ പറ്റിയൊക്കെ വളരെ ഗ്രാഹ്യം ഇപ്പൊ ശരിക്കുണ്ട്. സോ അതാണ്, അത്രേ ഉള്ളൂ. പിന്നെ റിയാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തോ ഒരു ഓപ്പൺ സോഴ്സ്, അത്രേ ഉള്ളൂ. ചേട്ടനാണ് പരിചയപ്പെട്ട. ചേട്ടൻ്റെ പേര് ഗൗതം. ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യാണ്. ഇവിടെ വർക്ക് തന്നെ മൈ ലൈഫ് എന്ന് പറഞ്ഞു, മൈ ഫിറ്റ് എന്ന് പറയുന്ന ആപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്. ചേട്ടൻ അമ്പലമുക്കിലാണ് ചേട്ടൻ്റെ വീട്. പിന്നെ ചേട്ടൻ ഭയങ്കര ഒരു ഫുട്ബോൾ ഫാനാണ്, ആർസണലിൻ്റെ.
ഹായ്, എൻ്റെ പേര് ഗൗതം. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന നവനി. ഓക്കെ, ഹലോ. ഓക്കെ, അപ്പൊ ഞാൻ നവനീതിനെയാണ് പരിചയപ്പെടുത്തുന്നത്. പുള്ളിക്കാരൻ BBA പഠിക്കുകയാണ്. എനിക്കൊന്ന് ശിവയുടെ ക്ലാസ്മേറ്റ് തന്നെയാണ്. അപ്പം BBA മറ്റേ നാഷണൽ കോളേജിൽ പഠിക്കുകയാണ്. ഫസ്റ്റ് ഇയർ ആണ്. ആൻഡ് ഹീസ് എ ഗെയിമർ അല്ലേ? വാലറന്റില് എത്രാമത്തെ ലെവല്? 130യോ? 130th ലെവൽ വരെ എത്തിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഡൗട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, പുള്ളിക്കാരൻ പറഞ്ഞുതരാം. ഹായ്, എൻ്റെ പേര് നവീൻ. ഞാൻ പരിചയപ്പെടുത്തുന്നത് അലിയെയാണ്. അലിയുടെ സ്ഥലം പാലക്കാടാണ്. പാലക്കാടാണ് സ്ഥലം. അലി UST-യിൽ ജോലി കിട്ടിയാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി സ്വന്തം സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ കമ്പനിയെ നിയോ ITO അക്വയർ ചെയ്തു. അങ്ങനെ ഇപ്പൊ നിയോ ITOയിൽ AI-യും റോബോട്ടിക്സും അതാണ് പുള്ളിയുടെ ഡൊമൈൻ. Okay, ഞാൻ പരിചയപ്പെട്ടത് നവീനെയാണ്. So Naveen has been like working as a freelancer after graduation. പുള്ളി right now mobile development ആണ് ചെയ്യുന്നത്, and specifically he is focusing on trading boards. So forex-ലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. So I think he know very well about those things. So yeah, thank you. എനിക്കപ്പോൾ പരിചയപ്പെടുത്താനുള്ളത് ഗോവിന്ദിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഗോവിന്ദ് എന്ന് പറയുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഗോവിന്ദിന് പറഞ്ഞ പല ഉടായ്പകളും അറിയാം. ലൈക്ക് ഫിനാൻസ് നോളജ് ഭയങ്കര കൂടുതലാണ്. അവൻ്റെ പല ഉടായ്പകളും അത് പറഞ്ഞപ്പോഴാണ് അത്ര നോളജബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ലൈക്ക് നല്ലതാണ് ചാടി നിൽക്കും. ഏത് പരിപാടിക്ക് പോയാലും കാണാൻ പറ്റും. ഫ്ലട്ടർ അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരെ മെൻറ്റർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ലൈക്ക് അതിൽ ഞാൻ അവനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ലൈക്ക് എന്തിനു വിളിച്ചാലും കട്ടയ്ക്ക് നിൽക്കുന്ന ബാക്കി എൻ്റെ സംസാരിക്കാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സെറ്റല്ലേ? ഞാൻ അശ്വിനെ തന്നെ പരിചയപ്പെടുത്താം. അശ്വിൻ ഐ തിങ്ക് എല്ലാവർക്കും ഇവിടെ അശ്വിനെ കുറച്ചുകൂടി വലുതാക്കാവോ റൗണ്ട്? ഓക്കെ, സോ അശ്വിനെ ഞാൻ കോളേജിലാണ് പരിചയപ്പെടുന്നത്, എൻ്റെ ക്ലാസ്മേറ്റ് ആസ് യു സെഡ്. സോ അവനെ കാണുമ്പോൾ തന്നെ നമ്മൾ ലൈക്ക് അവനെ ആദ്യം തന്നെ പരിചയപ്പെട്ടപ്പോൾ വേറെ ഒന്നും വേണ്ട. അവന് ലൈക്ക് ലിറ്ററലി ഡെവലപ്മെന്റ്, ലൈക്ക് ഹീസ് സോ ഫോക്കസ്ഡ് ഓൺ എസ് തിങ്. ലൈക്ക് അവൻ ലൈക്ക് 0 in ചെയ്തിട്ട് ലൈക്ക് സീരിയസ്ലി ഇന്നലെ ഞാൻ പറഞ്ഞൊരു ഇവന്റ്, ലൈക്ക് ഹീസ് സൂപ്പർ ഫോക്കസ്ഡ് ഓൺ ക്വാളിറ്റി ആൻഡ് ഓൾ സ്റ്റഫ് വെൻ ഇറ്റ് കംസ് ടു വർക്ക്. ഇപ്പൊ ഞാൻ തന്നെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി. അത് വെച്ചാൽ നമ്മുടെ കോളേജ് പരിപാടികൾ നടക്കുമ്പോൾ എന്നെ കൊണ്ടൊരു പോസ്റ്റർ ഉണ്ടാക്കിപ്പിച്ചു. ഞാനത് കൊളമായി ചെയ്തു. എൻ്റെ പറഞ്ഞു അശ്വിനെ റെക്കമെൻഡേഷൻ എന്താ, ഇത് കൊള്ളാവുകള്. അവൻ പറഞ്ഞു എന്തോന്ന്, അവൻ പറഞ്ഞു കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയൊരു പോസ്റ്ററും കൊണ്ട് ഇറങ്ങിയേക്കാ പുള്ളി. He said mine was not good, so I made my own thing. അപ്പോൾ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. Like he's really good about his thing. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ അശ്വിന്റെ ചളിയാടി ദൈവമേ, എനിക്കറിയത്തില്ല. ലൈക്ക് അശ്വിൻ മേക്സ് ഓഫ് ജോക്സ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ലൈക്ക് എടാ നീ സി പഠിച്ച് നമുക്ക് കടൽ വരെ പോയായിരുന്നു, നമുക്ക് നാളെ സി എക്സാം അല്ലേ, അങ്ങനെ ഓരോന്നോരോന്നും എവിടുന്ന് അടിക്കുന്നൊന്നും അറിയത്തില്ല. കണക്ഷനേ ഇല്ല, എവിടുന്നൊക്കെയോ എടുത്ത് ചളി അടിക്കുകയാണ്. സോ ലൈക്ക് ദാറ്റ് ഇസ് എസ് ഇൻട്രസ്റ്റിംഗ് തിങ്. ലൈക്ക് അത് നിങ്ങൾക്ക് ലൈക്ക് ഒരു കോൺവെർസേഷനിൽ അശ്വിനോട് ഇരുന്നാൽ അറിയാം. അപ്പൊ ഒരു തവണയെങ്കിലും ഒരെണ്ണം അടിക്കും. സോ ദാറ്റ്സ് അബൌട്ട് അശ്വിൻ.
sir. This is Rajin sir. ഇവിടെ കിംപോളയിൽ yet another engineer, manager ആയിട്ട് വർക്ക് ചെയ്യുന്നു. That's what he said. What I understood, ഒരു 5 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചുള്ളൂ ഇവിടെ വന്നിട്ട്. What I understood about him is like he's a silent person. He thinks he's not interesting, but he is interesting. He likes to read and write. ഇവിടെ ഞങ്ങൾ 2 മിനിറ്റ് സർ ഓൾറെഡി ലെറ്റ്സ് റൈറ്റ് ടു ആൻട്രം എന്ന് പറഞ്ഞൊരു ഫോറമിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. സോ താങ്ക് യു സർ. താങ്ക്സ്. സോ ഇത് ജോൻ സോറി ജോൻ മറിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും മാനേജ്മെന്റിലോട്ടാണ് താല്പര്യം. അപ്പം യെറ്റ് അനദർ അപ്കമിങ് മാനേജർ. ഷീ ലൈക്സ് ടു റൈറ്റ്, പക്ഷേ റീഡിങ് ഇഷ്ടമല്ല, ഓഡിയോ ബുക്സ് കേൾക്കാനാണ് താല്പര്യം. അപ്പോൾ റൈറ്റിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു റൈറ്റേഴ്സ് ക്ലബിലോട്ട് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് സംഭവം. യാ, താങ്ക്സ്. രാജീവ്. Talk about you. Ashwin, right? Sorry, I didn't know the exercise. But I believe you are in the second year in Marine Engineering College, studying computer science, and now you are a fellow in Newland, right? Yeah. That's what I know about him. I'm so sorry, I didn't know about this exercise. മ്യൂലറിന്റെ വെബ്സൈറ്റ് എല്ലാം ഇപ്പോ കാണുന്ന വെബ്സൈറ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്തെല്ലാം അശ്വിനാണ്. രാജീവ് സാറിനെ കുറിച്ച് പറയാൻ എനിക്ക് മോഹൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വെബ്സൈറ്റ് തുടങ്ങിയ കാലത്ത് ഞാൻ ടീം പേജ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ലൈക്ക് അന്ന് ജിടെക്കിന്റെ സൈഡിൽ നിന്ന് രാജീവ് സാറിന്റെ ഫോട്ടോ ആയിരുന്നു. ലൈക്ക് അതില് ദീപ്ചന്റെ കൂടെ അന്ന് ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആളെ ഒട്ടും അടുത്ത് തന്നെ മനസ്സിലായി. പിന്നെ ID കാർഡ് നോക്കിയപ്പോ അലോക്കിന്റെ ടാഗ് ആവുന്നുണ്ട്. അപ്പൊ കൺഫർമേഷൻ അലോക്കിൻ ഈസ് വെരി ഫേമസ് ഇൻ മ്യൂലർ. ഓക്കെ, അലോക്കിന്റെ ടീഷർട്ട് ഇട്ട് ഇന്നും ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ടപ്പോ ആള് ഉറപ്പിച്ചു. പിന്നെ ഇന്ററാക്ട് ചെയ്തു. പിന്നെ ദീപ്ചേട്ടൻ കുറച്ച് ചാറ്റ് കാണിച്ചു ഡിസ്കോഡിനകത്ത് നമ്മളെ മിലൻ തുടങ്ങിയ സമയത്ത് നിങ്ങളൊക്കെ സംസാരിച്ച. ഞാൻ ഇടയ്ക്ക് നമ്മുടെ തുടക്കം മുതലുള്ള ചാറ്റ് ഒക്കെ ഇവർക്ക് കാണിച്ചു കൊടുത്തത്. ഹൗ വി പ്ലാൻഡ് ഇനിഷ്യലി ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡൂയിങ് ആൻഡ് ഹൗ. അപ്പൊ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു അല്ലേ. യെസ്, അതാണ്. ഇത് അനഘ AS. ആള് MG കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ഇവിടെ കാര്യവട്ടം ഇപ്പൊ കാര്യവട്ടം ക്യാമ്പസിൽ MSc ഡാറ്റാ സയൻസ്. ഞങ്ങൾ എല്ലാവരും ക്ലാസ്മേറ്റ്സ് ആണ്. അതെ. എല്ലാവരും പെട്ടെന്ന് പേര് പറഞ്ഞിട്ട് അത് ചെയ്തിട്ട് നമുക്ക് പരസ്പരം പരിചയപ്പെടുത്തിട്ട്. ഇവിടെ പറഞ്ഞു അനഘ. നിങ്ങളുടെ പേര് ദേവിക. എന്റെ പേര് ആര്യ. എന്റെ പേര് അഞ്ജു. എന്റെ പേര് അഞ്ജന. എന്റെ പേര് അനഘ. എന്റെ പേര് അനന്തകൃഷ്ണൻ KS. എന്റെ പേര് ശില്പ. അമൽ. ജിഷ്ണു. നിങ്ങൾ പരസ്പരം പരിചയപ്പെടുന്നത് അവരുടെ ഒരു ക്യാമ്പസിൽ നിന്ന് പരിചയമില്ലാത്ത ഒരാളുടെ പരിചയപ്പെടുന്ന പറയുന്നത് അവർ ചെയ്യാത്തത് കൊണ്ടാണ് അവർ പേര് പരിചയപ്പെടുന്നത്. അവരെല്ലാം പരസ്പരം പരിചയമുള്ള ആൾക്കാരാണ്. My name is Jishnu, and I'm introducing Siddharth. He's doing BBA in National College. I think a couple of his friends are also here. He is part of a team that does website design and some marketing for food-related companies and so on. That's what I've understood about him. Okay, hi, I'm Siddharth, and I met Jishnu. He's an AI developer, and his plan is like കുറച്ച് നേരം മുമ്പ് മീറ്റ് ചെയ്ത he's so open, and his aim is to build an product development which is related to AI, and that's what I understood from him. Okay, thanks. ഇനി ഞാൻ 1-2 പേരെ പരിചയപ്പെടുത്താം. ഓക്കെ, നമ്മള് ഫസ്റ്റ് ഫയർപോർട്ടിന് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മളൊരു കോൺഫറൻസ് ഇവിടെ ടെക്നോപാർക്കിൽ നടത്തുന്നുണ്ടായി. അതായത് ടെക്നോപാർക്കിനകത്ത് ടെക്നോളജി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സെഷൻ നടത്തണമെന്ന് പറഞ്ഞ പൊതുവായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ടെക്നോപാർക്കിലുള്ള ആൾക്കാർക്ക് അതിനൊരു വലിയ താല്പര്യമൊന്നുമില്ല, വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആൾക്കാർ വരില്ല. അവർക്ക് വൈകുന്നേരം വരെ ദേ ആർ ടയേർഡ് ഓഫ് വർക്ക് ആൻഡ് അവർക്ക് കുറച്ച് എന്റർടൈൻമെന്റും കാര്യങ്ങളാണ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു സെഷൻ നമ്മൾ പാർക്ക് സെന്ററിൽ വെച്ചിട്ട് നടത്തി. ആൻഡ് ഇറ്റ് വാസ് ഓൺ ആംഗുലർ ഇൻ 2013 തുടക്കത്തിലായിരുന്നു. ആൻഡ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെല്ലാം ഞെട്ടിപ്പോയി. കാര്യം അതിനകത്ത് പാർക്ക് സെന്ററിലെ ആ ഒരു ട്രാവൻകൂർ മുഴുവൻ നിറഞ്ഞ് ബാക്കിലെ ആൾക്കാർ നിന്ന് പുറത്തുനിന്ന് നിന്ന് കാണുന്നുണ്ടായിരുന്നു ആ സെഷൻ ലീഡ് ചെയ്തത് ലിജു ആയിരുന്നു. സോ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് ലിജു പെർഫോമാറ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ്. Hello. Yep. Hey. So I'm Liju. ഞാൻ പെർഫോമാറ്റിക്സിൻ്റെ co-founder CEO ആയിരുന്നു. റൈറ്റ് നൗ പെർഫോമാറ്റിക്സ് ഗോട്ട് അക്വയർഡ് 3 months back. So എക്സ് പെർഫോമാറ്റിക്സ് എംപ്ലോയി ആണ്. I'm been associated with Deebu and FAYA. It was DBG, coffee at DBG some 2014 onwards. I think I did 2 sessions here. One was on Ionic or something like that. So when he sent the invite, I wanted to make it a point to come here because there are very few things people do. People start things on some inspiration. That's easy, everyone can do it. But to keep it going for 10 years, it's really a big thing, right? I think that's a lot to learn from what Deebu and team did back. So I still remember the kind of persistence he had to follow up. I think I tried to avoid a couple of times, but he kept calling me and said, "You have to take a session. You come." And I think it is such an amazing thing to be able to do it, keep it running for 10 years. I wish you do this for another 10 more years and bring in more people. And I think the exposure also, so a couple of my employees who came with me at that time, the kind of exposure they got being part of that event was also really amazing. So I think this couldn't have happened without the support. And I think every session in early days was full packed. And there's a lot activities that has happened, and I congratulate Deepu for doing it and keep doing it, man. This is really, really important, especially in this time and age where things are changing so fast. Because I remember those days in a year, one Angular came and that was it. And there was nothing more to speak about it in technology. Right now, that yearly thing is now a weekly thing. There are a lot of things happening. Sessions like this and events like this are even more important, and I wish all the very best and welcome to you. Thank you. Thank you. So now I want to introduce a couple more people. അപ്പോൾ നമ്മുടെ 10 years ആവുന്നുണ്ടെങ്കിലും ഈ മാസം ഞാൻ വേറൊരു സെഷൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. നോർമലി നടക്കുന്നത് പോലെ തന്നെ വേറൊരു കമ്പനിയിൽ നിന്ന് ഡിജിറ്റൽ ട്വിൻസ് എന്നുള്ള സെഷനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ എന്നെ ഒരു ദിവസം ഒരാൾ വിളിക്കുകയാണ്, ദീപു നമുക്ക് ഇവിടെ ഒരു ഡെവലപ്പർ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. കാര്യം ഇൻഡെപ്ത് ആയിട്ട് ടെക്നോളജിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദികൾ നമുക്കില്ല. ആൻഡ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പറാണ്, അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പെർഫോമൻസ് ട്വീക്കിങ്ങിനെ കുറിച്ച് പറയണം, ഡേറ്റ ലീക്കിനെ കുറിച്ച് എൻ്റെ കമ്പനിയിൽ എങ്ങനെയാണ് ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പരസ്പരം ചർച്ച ചെയ്യുന്നൊരു വേദി നമുക്കില്ല. അപ്പോൾ അതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് ഇസ് എൻ ഐ ഓപ്പണർ ഫോർ മീ. ബിക്കോസ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഫയ പോർട്ടേറ്റ് നടക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ പുതിയ ടെക്നോളജീസ് ഇന്നൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ആൻഡ് പീപ്പിൾ ഗോ, ചില ആൾക്കാർ അത് എടുത്ത് അഡാപ്റ്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യും. പക്ഷെ അവർ തിരിച്ചു പോയിട്ട് പെർസിസ്റ്റൻസ് ആയിട്ട് എന്താണ് കണ്ടിന്യൂഡ് ഡിസ്കഷൻസ് നടക്കുന്ന ഒരു സാധനമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഇസ് ഐ ഫീൽ ലൈക്ക് അത് നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ഐ ഓപ്പണർ ആയിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ വിചാരിച്ചത് ഇത്തവണ 10 years എന്ന് പറയുന്നത് നമുക്ക് എന്ന് വേണ്ട, നമുക്കൊരു പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതിന് പകരം ലെറ്റ്സ് അൺകോൺഫറൻസ്, ലെറ്റ്സ് ഡിസ്കസ്, എല്ലാവർക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ വരട്ടെ, നമുക്ക് മുമ്പിലോട്ട് പോകുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് മുമ്പിലേക്ക് പോകണം എന്നുള്ളത് ആലോചിക്കാം. അതുപോലെ തന്നെ ഡെവലപ്പേഴ്സ്, ഒരു ഫയ പോർട്ടേറ്റിയുടെ ലക്ഷ്യം പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് ഇന്നൊരു കാര്യം ഉണ്ടെന്ന് അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇറ്റ് റിമെയിൻസ് ദ സെയിം. ബിക്കോസ് ബ്രേക്കിംഗ് ദ എക്കോ ചേമ്പേഴ്സ് എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് നമുക്ക് പുതിയൊരു ടെക്നോളജിയോ ഇതോ ഉണ്ടെങ്കിൽ we just know that is there, so that നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പഠിക്കണമെന്ന് താല്പര്യം. But from there should be a continuity and there should be continued discussion that is happening. And അത് ഓരോ ആൾക്കാർക്കും പരസ്പരം പ്രാക്ടീസ് ചെയ്യാനായിട്ടും, ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്
വന്ന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്നോട് വിളിച്ച് ചോദിച്ച 2 പേര് ഇവിടെ ഉണ്ട്. വൺ ഈസ് മിസ്റ്റർ ഡോൺ പീറ്റർ ആൻഡ് റോബിൻ അലക്സ് പണിക്കർ. അപ്പോൾ റോബിൻ I'm Robin. I run a small startup at Notes. Okay. FiNotes എന്നൊരു ടെക്നോളജി സ്റ്റാർട്ടപ്പ് റൺ ചെയ്യാണ്. Basically, it's about it's a tool that helps mobile app developers to detect bugs, performance issues, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. I'm a software engineer by profession and passion. ടെക്നോളജി റിലേറ്റഡ് മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നോൺ ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷേ ടെക്നോളജി കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് I always felt that there is something lacking. It's not platforms where you are able to gather new information, but rather platforms where developers can interact with each other, understand each other, make friends, right? അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കുറവ്. I mean, any ecosystem, any technology ecosystem, if you look at it, the core is the brotherhood that gets created within the ecosystem, right? അങ്ങനൊരു സംഭവം ഇവിടെ ലാക്കിംഗ് ആണെന്ന് തോന്നി. ഇറ്റ്സ് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. ഈ ഒരു അൺകോൺഫറൻസ് രീതിയിൽ ഇത് സെറ്റപ്പ് ചെയ്യുന്ന ഒരു നല്ല ഇനിഷ്യേറ്റീവ് ആണെന്ന് തോന്നുന്നു. All the best and congratulations on the 10th year of FAYA. It's not a small feat. It's something very remarkable. Yeah, all the best. Thank you. ഡോൺ പീറ്റർ പരിചയപ്പെടുത്തുകയാണ്. നമ്മളിപ്പോൾ ഫയർപോട്ടിട്ട് നമ്മൾ ആദ്യം തുടങ്ങുക കോഫി DBG എന്നാണ്. അന്ന് DBG എന്നായിരുന്നു നമ്മുടെ കമ്പനിയുടെ പേര്. അപ്പോൾ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കറിയില്ല ഇങ്ങനെ ഇവിടെ ഇത്രയും സ്ഥലങ്ങളിൽ ഇതുപോലെ വർക്ക് സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ സെഷൻ തുടങ്ങാൻ പാടില്ല എന്ന് പുറത്ത് പറഞ്ഞപ്പോൾ, അതായത് കമ്പനീസ് തമ്മിൽ പരസ്പരം ഇങ്ങനെ ആൾക്കാർ വന്ന് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കമ്പനി ചാടുമെന്നും അത് അട്രിഷൻ കൂട്ടുമെന്നും അതുകൊണ്ട് അതുപോലത്തെ സെഷൻസ്, പേഴ്സണലി ഇന്ററാക്ട് ചെയ്യുന്ന സെഷൻസ് എൻകറേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്താണ് ഇവിടുത്തെ 10ഓളം വർക്ക് സ്റ്റേഷൻസ് നമ്മൾ മാറ്റിയിട്ടാണ് ഫ്ലോർ ഓഫ് മാഡ്നസ് എന്ന് പേരിട്ട് ഈ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ കമ്പനിക്ക് അതൊരു സെഷൻ നടത്തി കഴിഞ്ഞാൽ മറ്റു കമ്പനിയിലെ ആൾക്കാർ വരുമോ എന്നൊരു സംശയമായിരുന്നു എല്ലാവരും പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആൾക്കാർ വരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വി വിൽ സ്റ്റാർട്ട് കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്. അത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുടങ്ങില്ല. എല്ലാ മാസവും ആദ്യത്തെ ബുധനാഴ്ച ഉണ്ടോ അവിടെ സെഷൻ നടന്നിരിക്കും എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടൊക്കെ നമുക്ക് പുറത്തെ കമ്പനിയിൽ നിന്നൊക്കെ കുറച്ച് പേര് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതിനകത്ത് ഒരാളുണ്ടായിരുന്നു, ഒരു സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ. എല്ലാ ഫയർ ബോർഡിരിക്കും കൃത്യമായിട്ട് ഫസ്റ്റ് ഇവിടെ വന്നിരിക്കും. ആൻഡ് അവൻ്റെ വീട്ടുകാരിങ്ങനെ വിട്ടേക്കാണ്, പഠിത്തം കഴിഞ്ഞതിന് ശേഷം നീ പോയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിച്ച 3 വർഷം 4 വർഷം കൊണ്ട് നിനക്ക് തന്നിട്ടുണ്ട്, നിന്റെ ലൈഫിൽ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു മുത്തായിരുന്നു ഡോൺ പീറ്റർ. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ മാസവും മുടങ്ങാണ്ട് വന്ന ഒരാൾക്ക് ഞാനപ്പോൾ മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കൊടുത്തു. ഈ വർഷം ഈ ഫയർ ബോട്ടിയുടെ ഒരു ഫസ്റ്റ് ആനിവേഴ്സറിക്ക്. അതിനുശേഷം പിന്നെ ഇന്നാണ് ഇവിടെ ഈ റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു ദീപു പറഞ്ഞ്. അത് നല്ല രസമായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് 8 വർഷം ടൈം ഉണ്ടായിരുന്നു വീട്ടില്. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വരുന്നതൊക്കെ. ആ സമയത്ത് ഇവിടെ ഇൻ 50 hours എന്ന് പറഞ്ഞൊരു ഇവന്റ് നടക്കുമായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അതിനുശേഷം അപ്പോൾ ദീപുവിനെ പരിചയപ്പെടുന്നു, റോബിനെ അങ്ങനെയാ പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ ഫൈനോട്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ CTO ആണ് കേട്ടോ. ഞങ്ങൾ തന്നെയാണ് കമ്പനി. അപ്പം അപ്പോൾ അന്ന് അങ്ങനെയാണ് റോബിനെ കാണുന്നത്. അങ്ങനെ ഇൻ 50 hours വെച്ചൊരു പ്രോട്ടോടൈപ്പ് ആപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഞങ്ങൾ കമ്പനി തുടങ്ങാന്ന് പറയുന്നു.
അങ്ങനെ ആ ആപ്പ് റിലീസ് ചെയ്യും. പക്ഷെ ആപ്പ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടു. ഇപ്പൊ ക്രാഷ് ഒക്കെ കണ്ടുപിടിക്കാൻ സാധനങ്ങളുണ്ട്, പക്ഷെ ബാക്കി പ്രശ്നമൊക്കെ വന്ന് എന്ത് ചെയ്യും. അന്ന് പിന്നെ നമുക്ക് അതിനൊരു ടൂൾ ഉണ്ടാക്കാന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ടാക്കി. അത് പിന്നെ 2-3 ഡെവലപ്പേഴ്സിനെ കാണിച്ചപ്പോൾ അത് കൊള്ളാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ സാസ് ആക്കി കളയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാസ് ആക്കി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റേ പ്രൊഡക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ കളഞ്ഞിട്ട് ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അന്ന് ഇങ്ങനെ എൻ്റെ ഒരു മറ്റേ ഒരു സ്പ്ലെൻഡറിന്റെ ഇരുമ്പ് പെട്ടിയൊക്കെ ഉള്ള ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അത് വെച്ചോണ്ടായിരുന്നു ഇവിടെ വന്ന് ഒടുക്കത്തെ കളിയാക്കലായിരുന്നു അന്ന്. പിന്നെന്താ, വേറെ ഒന്നുമില്ല. 2013. അതെ അതെ, നല്ലൊരു ചോദ്യമാണ് അത്. ഇപ്പൊ 8 വർഷം കഴിഞ്ഞ് 10 വർഷമായി. പക്ഷേ 8 വർഷം കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് കല്യാണം കഴിച്ചോ? 8 വർഷം കഴിയുമ്പോ കല്യാണം കഴിച്ചോ? അതെ, ഇപ്പൊ കൊച്ചുമായി. അപ്പൊ 8 വർഷം കഴിഞ്ഞപ്പോ എന്തുണ്ടായിന്നല്ലേ, അതല്ലേ ചോദ്യം. ഗ്യാപ്പ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തേ നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംസാരം ഉണ്ടായിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ കോളേജിൽ കൂടെ പഠിച്ചൊരു ഫ്രണ്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഞായറാഴ്ച രാവിലെ, എൻ്റെ വീട് ഷൊർണൂരാണ്, പാലക്കാട്. അവിടെ നിന്ന് രാവിലെ 4 മണിക്ക് ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. അതിൽ കയറി ഞങ്ങൾ എറണാകുളത്ത് ചെല്ലും. എറണാകുളത്ത് ഈ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉണ്ട്. അവിടെ ചെന്ന് അവിടെ ഇങ്ങനെ ആ വരാന്തേ കൂടെ തേരാപ്പാരം നടക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു അയ്യോ ആ ട്രെയിനിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. വണ്ടി ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ല, നമ്മൾ നിലത്തൊക്കെ കിടന്നാ പോകുന്നുണ്ട്. തിരിച്ചു വീട്ടിൽ പോകും. ഇതായിരുന്നു ഒരു പണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കോളേജ് കഴിയാറായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു എന്നാൽ പിന്നെ പ്രൊഡക്റ്റ് വേണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ അത് പൂട്ടിക്കെട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു കസിനുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞു നമുക്കൊരു കമ്പനി തുടങ്ങാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇങ്ങോട്ട് വന്നു. അപ്പൊ പുള്ളി വന്ന് വിളിച്ചു. പുള്ളി ഇച്ചിരി സീനിയറാ. അപ്പം പുള്ളി വന്ന് വിളിച്ചപ്പോൾ വീട്ടുകാർക്ക് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവരൊരു ഒരു 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 ലിമിറ്റ് ഇട്ടതാണ്. ഒരുപാട് അങ്ങോട്ട് വിട്ടു പോകാൻ പാടില്ലല്ലോ, അതിനുവേണ്ടി ഒരു ലിമിറ്റ് ഇട്ടതാണ്. പക്ഷെ ഇപ്പോഴും ഒന്നും ആയില്ല. നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ ഞാൻ റോവിനും കൂടി ഇങ്ങനെ നടക്കാന്നല്ലാതെ അല്ലേ. അങ്ങനെ അത് പോയി. ഉടനെ ആവും. അതെ. അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് നവീനെ പരിചയപ്പെടുന്നത്. ചിക്കുനെ അങ്ങനെയാണെന്ന് തോന്നുന്നു നമ്മൾ പരിചയപ്പെടുന്നത് അല്ലേ. അതെ, ഇൻ 50 hours ചിക്കുനെ പരിചയപ്പെട്ടു. രജ, ഇവിടെയുള്ള മിക്കവരെ അങ്ങനെയൊക്കെയാ പരിചയപ്പെട്ടു. ആന്റോണ വഴി കടന്നു കിട്ടിയതാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോഫി ടി വി ഇങ്ങനെ മുമ്പിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മള് ലൈവ് ഒന്നും പോകത്തില്ലായിരുന്നു. നമ്മളിപ്പോ സെഷൻ ഇവിടെ ഇങ്ങനെ നടന്നിരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ടീമിലൊരു പുതിയതായിട്ടൊരു ചെക്കൻ വന്നു. ഭയങ്കര താടിയൊക്കെ വെച്ച് ലുക്കായിട്ടുള്ളൊരു പയ്യൻ, ഒരു ചുള്ളൻ. അപ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ ഇത് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്താലോ എന്ന് ചോദിച്ചു. ലൈവ് സ്ട്രീം ചെയ്താലോ എന്ന് ചോദിച്ച് അവസാനം അത് എന്തൊക്കെയൊക്കെയോ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ ഫയ പോട്ടേറ്റി ഉണ്ടെങ്കിൽ അത് ലൈവാണ്. അത് ലൈവ് സ്ട്രീം ചെയ്ത ആളിന്റെ പേര് റജ റഹീം എന്നാണ്. പക്ഷെ ഇന്ന് ലൈവ് പോകണ്ടായിരുന്നു. കോൺഫറൻസ് എന്നും പറഞ്ഞിട്ട് ലൈവ് ഇട്ടിട്ട്. അൺകോൺഫറൻസ് എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ക്യൂരിയോസിറ്റി. അപ്പോഴത്തേക്ക് വെറുതെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. ആൾക്കാർ കാണട്ടെ. ശരി. റജ ഇന്ന് ബീഗിൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന കമ്പനിയുടെ ബീഗിൾ സെക്യൂരിറ്റി കമ്പനി നടത്തിക്കൊണ്ടുപോകുന്നു ഫൗണ്ടറാണ്. പറയൂ, എന്ത് പറയാനാണ് ഉദ്ദേശിച്ചത്? നിന്നെ കുറിച്ച് പറയൂ, എന്തൊക്കെയാണെന്ന് പറയൂ. ഫയ പോട്ടേറ്റ് തള്ളിക്കോ. ഞാൻ പിന്നെ പറയാം. എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇനി ഇത് അബ്രാമിനോട് ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് മറ്റു ടോപ്പിക്സിലേക്ക് കടക്കാം. എന്റെ പേര് അബ്രാമാണ്. ഞാൻ മ്യൂലോണില് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഫാമിലി ആയിട്ട് എല്ലാ ആഴ്ചയിലും ശനി ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ പറഞ്ഞത്. കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഉറങ്ങുന്നതും ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ പറയൂ നമുക്ക് എന്തിനെ കുറിച്ച് സംസാരിക്കണമെന്ന്. ഒന്ന്, ഇപ്പൊ രാജീവ് ആണെങ്കിൽ രാജീവ് ടെക്നോളജിയുടെ വളരെ കൂറായിട്ട് എത്രത്തോളം ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂട്ട് കേരളത്തിൽ നിന്ന് ആദ്യകാലത്ത് നമ്മുടെ മലയാളം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച ആളാണ് രാജീവ്. ഞാൻ മ്യൂലേൺ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഫോം ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന്റെ ബേസ്മെന്റ് മൊത്തം രാജീവ് സെറ്റ് ചെയ്തതാണ്.
He built the website, he created all the content, and അതിനകത്ത് എന്തൊക്കെയാണ് പോകേണ്ട ആദ്യത്തെ ടാസ്കുകളൊക്കെ മ്യൂലറിനകത്ത് കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് രാജീവാണ്. അപ്പോൾ രാജീവ് പറയൂ, കൂടുതലും കുറെ കുട്ടികളുണ്ട്, അപ്പോൾ ആ ഫൗണ്ടേഷന്റെ പ്രാധാന്യം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് രാജീവിന് എന്തൊക്കെയാ പറയാനുള്ളതെന്ന് പറയൂ. രാജീവിന്റെ ഒരു മണ്ടൻ മുരളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം HR-മാരോട്. കമ്പനികളുടെ HR ഉണ്ടല്ലോ, HR-നോട് പറഞ്ഞ എത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ സപ്ലി ഉള്ള കുട്ടികളെ എടുക്കാണ്ടിരിക്കുന്നതിന് എതിരായിട്ട് പുള്ളി സംസാരിച്ചൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. I don't know. I was not planning to really talk at this event. Maybe I can talk a couple of minutes on something that I've been kind of thinking about. I don't know if it's going to be very useful to any of you. It's not a really technical subject, but something related to it. Just throughout the history of software engineering, one of the main things that's been happening is increasing amounts of automation, right? So we write software to automate things, and we write software to automate the writing of software. Right? That's exactly what's happening. Increasing levels of abstraction and so on and so forth. And as we at the same time, there has been another thing that's also going on. Since the 60s, since software engineering started as a field, I bought the book where the first proceedings of the first conference run by the Department of Defense, where the word software engineering is first mentioned. I got that book. I have it with me. So one day maybe I can show it to you guys. 1968, the NATO conference on software engineering, where they brought in so many people from around the world. So we had people from Netherlands and from all over the world they brought in, and they create, because they had a problem. How do you write software at scale? And that too, those machines were, it's not like what we have today. Like right now, one of those machines would probably fit in a very small chip in one of our very small component, right? But nevertheless, they had a problem. How do you write software and so on and so forth? But anyway, that is not my topic. What I wanted to say, there were two streams. So there is software going on one side, and the other side, there were also these political movements, right? Feminism and all these kind of things are coming up, and there was a lot of anti-Western kind of discourses going on. People are changing their minds and so on. And to me, it seems so related to each other, because in software, I wrote about this recently also, that all of you guys, maybe almost all of you are software engineers or writing software, but really, what are you guys creating? Whatever you write, the code that you write, that is not what you're constructing, right? As a civil engineer, you might be building a bridge. That's what you're building, and everything else, all the blueprint and all, it's all throwaway things. What are you building in software? What you're actually building is something that exists in somebody's mind, in your mind. The code is actually just an artifact that will constantly change. Unlike a bridge or unlike some mechanical object, your software is constantly changing. And this is also very clearly represented by the fact that if you transition a team from a company, it's very difficult. It's extremely difficult, because even if I give them the code, they're not going to understand it, right? Do you agree with that? Right? It's very difficult. Somebody leaves and a whole thing is gone. Why is that? Because the software actually exists in somebody's head, not in the code. Reading a code, and of course, like we have been building technologies or techniques. Okay, how do you represent it more and more in the code and so on and so forth? But technically, everything is in the head. So on one side, you're creating software engineering. Other side, you have these political movements and creating divisions among people. And now we are coming to the real thing. So far we were doing automation. That thing became like robotic process automation. All of you have heard of that, where basically what was earlier like physical labor, literally, what they're doing is they're creating software where the labor is actually clicking the mouse. So your labor of clicking the mouse from one button to another button is also getting automated in the software, right? Now comes a new thing, that's AI, generative AI. There are a lot of in that thing, but let's say AI. So what I foresee
happening like in the future, or maybe in near future. And it's a little bit distressing as well. Like basically, uh, it is, we are going to start questioning what is actually a human being, because if a machine can do certain things, then it calls into question then what is actually human, right? And we will see, and that's what I'm coming to, like this is what distressed me. We're going to start seeing like a caste system actually coming up. So right now you will see like all these AIs, they all depend on human beings to generate things, or all the inputs are provided by human beings. Maybe in the next 20 years, 30 years, probably until the time we die, we might have a whole class of people whose only role is to generate the content that is used to train the AIs. And those people are going to be the digital laborers. So you might have seen, for example, whenever you go to a website, it shows a reCAPTCHA, right? Show traffic lights and all. Those are all training. They are actually training AIs, right? So imagine that is your entire life. That's all you do. You will read text and you'll interpret it clicking buttons, or they'll show you images and you have to recognize things. And there will be this whole caste system of people, the lower caste, whose only job is to do that. Simply to interpret and train the AI, and then the AI does the work, right? The only thing that I can see that could like maybe mitigate this, again, by the way, this is not a prepared talk, I'm just talking from my head here, is actually edtech. Basically what you're doing in MuLearn and all. Essentially one thing that maybe that can happen in the future is that to avoid this caste system, or maybe to jump the social mobility, we talk about social mobility and all these things. How do you move from this lower caste to the higher caste? And the only way that's possible is through some kind of a real revolution in education, real revolution, things like MuLearn, where basically we will train these people, where a person before whose only capability was recognizing traffic lights and buses and motorcycles, we train them or give them the opportunity to learn so that they can move from a lower caste to a higher caste. I hope that makes sense, right? The higher caste are the people who have, that's the thing, that is the important question, right? What does it mean to be human? What does this higher caste do? That higher caste will probably create the new ideas which AI cannot do. See, one of the biggest problem with all AIs, AGIs in general, it cannot imagine. It cannot imagine. Now, I'll tell you one thing. When I talk to these lay people who don't know about AI and all these things, they're like, oh my God, ChatGPT generates such things beautiful. Like, lawyers are like filing lawsuits with it and generating content and this thing. One thing I learned from the language work that I did is that actually speaking, language is highly repetitive. There is something called grammar, right? What grammar means is that it's got a structure, a syntactic structure, and you put words into each thing. If you look at any language, Malayalam, English, it does not matter. The number of verbs is actually highly limited. Malayalam itself has got, I think, only about 40 or 50 verbs. The only thing that actually changes are nouns. You can introduce new nouns. Verbs will never change. So my point is language is highly repetitive, and that is why these AGIs really work, because it produces that language, right? You give it few words, it generates the rest of it. Okay, it does it at humongous scale, like billions and billions of words and things like that. It cannot imagine. How do you replicate? You can't replicate that in AI. You cannot generate new ideas which did not exist before. You can generate ideas based on what exists before. That is what the higher caste is going to do. And if you want to survive, you will have to be the ones that generate those ideas. Otherwise, you will be in the lower caste. The higher caste generates ideas, uses AIs to build things, for the lower caste to consume. And you see that. That historically it's always been the case. But now it is going to be enforced through technology rather than through a political system or a social system. So that is my basic thought. I'm kind of trying to structure that into some kind of a writing, but that is what I see as an issue that's going to come up. And how do you make people more creative? There's only one way, just to practice.
like whether it is art or writing or coding or whatever it is, you have to practice it constantly. Otherwise, you are never going to be creative, and you're never going to be innovative. Otherwise, you will always, like one thing that we did in Mueller initially when we were talking about it, it's like there is this iterative loop of skills and knowledge, right? There's no point in giving a whole bunch of knowledge without the skill without the skill to make use of it. It's pointless. Similarly, there is no point in building huge amount of skill. Like I can type on a keyboard, that's a great skill, but without learning how to code or learning the programming language, that is the knowledge, there's no point in learning how to type very fast. Right? You can learn to type very fast. What is the use? If you can't write, if you can't code, what is the use of typing fast? So both of this have to be, it has to be an iterative loop where you build a knowledge and a skill, and that has to constantly like evolve, and over time you build that capability inside you. And that is where our traditional education systems are all basically failing, completely failing at that. And that is where things like Mueller and all can be a positive influence and maybe a model for like other things. So go to the higher caste. Thank you. Sorry, I was not actually prepared to talk about this, but yeah. അപ്പോൾ നിങ്ങൾക്ക് യങ് ഇന്നോവേറ്റർ പ്രോഗ്രാം പോലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന സാധനത്തിനകത്തുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം. അതായത് യു ഷുഡ് be able to ideate whenever you see problems. You should be able to come up with solution, and that is going to be one important skill നിങ്ങൾക്ക് അപ്പർ കാസ്റ്റിലേക്ക് വരാനെന്നാണ്. Yeah, because I'll tell you one thing. You go to ChatGPT and ask, give me 5 ideas for this. It's going to generate you ideas. From where? From the ideas that other people put in there. Right. അതിനോട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ജിഗു. Yeah. Yeah. Okay. Hello. Then you identify the solution. The problem that nobody else has seen till now. That is what I feel. Problem identifying out of skill is Yeah, I mean, I was really amazed recently about one thing. Okay, I think maybe, I don't know if you guys use it, how many of you are iPhone users, but on iPhone there is something called Focus. Have you guys seen that? So, okay, it's a feature, whatever, it works in different ways and so on and so forth. But really the question is, why did they come up with that? Or how did they come up with that? What was because you don't see that happening in the Android ecosystem, where they the idea of Focus, that, it will, stop all the notifications, but more importantly, actually at a platform level, you can use it and you can build your applications towards it, right? How do you come up with that? The problem itself is not that much, it's very nebulous, it's very vague. There was some person or set of people who could do shift left thinking, or thinking out of the box and discovering ways of solving a problem that nobody sees. And that leads to a new technology, which leads to a new way of thinking and leads to a new way of approaching things. I think that everything is going to change. I mean, everything that we know, like we were talking about marriage the other day, just a few minutes back, that is going to change. All of that is going to change because people, will adapt to this new system or to this new way of working, new economic systems, new political and social realities will come in, and that will completely change everything. Identifying a problem is going to be the big problem. Who will identify the problem? Who will see the problem? Yeah, a couple of points I just sorry. I think this was inevitably the topic that would have come up in any discussion now. So how many of you are students or the early stage of your career here? Many of you, right? So the news is not really good, to be honest with you all, right? It's not that good that we can paint it any whichever way you want. But see, there is this gold rush in California some time back, or the steam engine came up. The refrigerator was found. The guy who didn't find the refrigerator made the money. The guy who made the money is Baskin Robbins, Pepsi, who all use refrigerator to cool things and sell. And the guy who sold denim jeans to the workers in gold mining, or the guys who sold the shovels and the pickup trucks, made the big money.
So this is a similar event that is happening, uh, just like the next industrial revolution sort of thing, right? So the opportunity is to realize, so keep looking out for it. If you're looking at in a very linear path, you look at somebody who has 10 years experience before you, and if you're trying to map their career path to your career path, you're going to be in trouble. It is not that linear. Most important thing to note is from 2004, before that, significant events happened in 10 years. Then significant events started happening in a year. Like after iPhone, there was, what was the big thing? Before iPhone, it was computer, that was 20 years. Before iPhone, there was image, that was 100 years. Now the significant events are happening in a period of month. Now it is happening in a period of weeks. So it's extremely hard to even track it. So if you're trying to follow a linear career progression, you are in trouble. But look for opportunities which are not there yet. But this is a refrigerator moment, or this is the gold rush moment. But there are a lot of other auxiliary things that will come up. At the stage of my career, I have 20 years behind me. I'm still, I can talk very open about it. But I also run a services IT company. If I have some money and if someone is asking me to put this money in stock, I will not put in TCS or Infosys. Period. Right. Now, the obvious people who are going to make immediate benefit out of it is the people who have the data. ChatGPT is there. You need to run it either on Reddit or you need to run it on some other platform to get the data. So whoever owns the data is a, so Quora stopped exposing. No, yeah, you can't go into Quora and query. So Quora says if you query, give us money. Reddit also. So the guy who is owning the data, so ChatGPT is not going to make money. Every transaction, Quora will make money. If you own the data, you make the money. Now, as a software engineer, you should look at opportunities where, okay, where are these second level APIs available, where you can tap into it. Where are this public data available? Right now, there are a lot of public data available on, let's say, government legal data. Or what are the IPs that is getting outside of that limit statutes? So if you are sitting comfortably and thinking my senior, my brother got 10 years of experience in Infosys or, hey, I think you know it, right? I thought I mistook you for somebody else. I thought I know you. Okay. But so I think if you're looking at that and saying this is going to be linear, it is not. So be prepared. This is a change, and yeah, that's my point I want to add here. So, yeah, so I think Robin made a good point. We need to get a little bit deeper into what Rajiv said, especially on the idea part, right? So, what exactly is an idea? And right, so you mentioned probably only humans can create ideas. So, let me start this off by saying, so when it comes to designing structural parts or mechanical parts, uh, there is already generative AI in place. There have been tools for at least for a few years now, that can make generative designs. So these might not be, uh, um, these might not really afford manufacturing in a conventional environment, but if you use stuff like 3D printers, this works beautifully. Um, so in that case, what exactly is the idea? So idea, I think at a very rudimentary level, it could be optimization, right? Or figuring out within constraints how best to do this. So that part, at least I think has tackled. That's very clear. Um, um, so going one step further, I think this I have already discussed with people like Jiku. Um, if there's already a template, let's say template for designing an electronic circuit, and then you need to figure out what are the optimal parts. It's a little beyond calculation. It might be
choosing optimal parts, you know. So those kinds of designs AI can do. So um, writing a new poem, or you know, so those kind of things. Um, so it's a little hard to exactly define where the boundary lies, and I think we should also be aware of this fact that at some point there will be emergent behavior. Okay, so this is going to be the the surprise element, right? So from the multiple smiles, I guess at least some of us are familiar. So I'll stop by narrating one experience. So I think somewhere in the early 2000, I was part of a RoboCup team. So this is a great community. So for people who are not aware, this project aims to beat the human world champion team by the year 2050. Okay, the human world champion soccer team, to beat them by 2050 is the goal of this project. So how they do it is they started really small, and every year they change the rules. It gets one step closer to the real soccer field. And there are different leagues. I was part of this mid-sized league, robots this tall. They are still around. So there, one thing that myself and my colleagues, my teammates have observed is we program the robots, and then they start playing in the field. And at a certain point, even to the programmers, it looks like the robots have come to life. You know what I mean? You see a behavior, you see two robots playing with a soccer ball, football, and at some point, even the guy who wrote the behavior code is surprised. How did it work? You know, even that guy is excited. He's not watching the game like, you know, somebody who has written a movie script is watching that movie. He's watching it with complete awe, just like any other guy, any other person watching that game. So I think at some point we are going to see this kind of emergent behavior with generative AI, and then I think it's going to completely change many notions that we have. So let's maybe if more details on this idea thing, let's probe further. I am probably going to take the extreme opposite end because that's more fun, and very frankly, that's what I think. So, I do think there is a quote. It's roughly translated. I can't remember the original one, but I think most people will understand this. There is nothing original. Everything. What is a new? It's nothing. It's something like this. There is no creativity. Creatives only know to hide the source. Deepu. So basically, just as you mentioned, many things might not be new and might not need to be necessarily new. There are things that requires something like a magic sauce that comes from inside the skull. Definitely, I have no doubt about it. But really valuable, genuinely good set of ideas. In that whole set of ideas, probably I tend to think a large number doesn't need to have that genuine inspiration. It could be combinations or permutations of what is already there, but applied to a completely different orthogonal field in a completely different way. This potentially can be brought down by generative AI. So I know it will not actually sound very sexy for a lot of purists, but I do think it's very useful. Even though, yeah, it's like that in that field, but it's useful here. And there is billions or trillions to be made in that also. So I think it's quite interesting to actually work with it. So and Rajin, I'll just explain. Yeah, so to Unconference എന്ന് പറയുമ്പോൾ
അൺകോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാത്ത കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതല്ല. അതുകൊണ്ട് അതുകൊണ്ട് അൺകോൺഫിഡൻസ് ആയതുകൊണ്ട് തന്നെ വി നീഡ് ടു ആക്ച്വലി മേക്ക് അതേഴ്സ് ടോക്ക്. ആർക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എത്ര പേർക്ക് അറിയാമെന്ന് അറിയാനാ. ജനറേറ്റീവ് AI എന്ന് കേട്ടിട്ടുള്ള, ഓക്കെ സീനിയേഴ്സിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികളുടെ ജനറേറ്റീവ് AI എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പൊ ജനറേറ്റീവ് AI മനസ്സിലായി മോസ്റ്റ് ആൾക്കാർക്കും. എന്താ അപ്പോ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇന്ന് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആരോ എന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡിനില്. പുള്ളിക്കാരിയുടെ പ്രൊഫൈല് കയറി നോക്കിയപ്പം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് സംവെയർ ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ദിസ് പേഴ്സൺസ് ബയോ എഴുതിയിരിക്കുന്ന പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നാണ്. ഞാൻ അതുകൊണ്ട് ചോദിച്ചാ, ഞാൻ അങ്ങനെ ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഐ എം വെരി ഇൻട്രീഗ്ഡ് ബൈ ദാറ്റ്. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് മാത്രം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ അതാണ്. ഇഫ് യു ആക്ച്വലി പുട്ട് ഇൻ സെർച്ച് ക്വറി ഈവൻ ഇൻ ഗൂഗിൾ, എക്സാക്ട്ലി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് കുറെ പേര് ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ. So it's getting അതിനൊരു ജനറൽ, അത് I think Rajiv might know this. There are certain terms in any language that automatically evolves in meaning as age progresses. So engineer ഒരു meaning, like for example feminism is a great example. Feminism meant something maybe 20 years ago. ഈ ഇപ്പോൾ ഉള്ള ഫെമിനിസം വേറെയാ, വേറെ സാധന എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമുണ്ട്. അപ്പോ സെയിം തിങ് തിങ്സ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റോബിൻ പറഞ്ഞ പോലെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതിന്റെ എഞ്ചിനീയറിംഗ് നമ്മൾ വിചാരിക്കുന്ന എഞ്ചിനീയറിംഗ് ആയിരിക്കില്ല. എന്താണ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് പറഞ്ഞു. നിങ്ങള് some words, they get so much meaning. After some time it becomes meaningless. I'll tell you about two words like that, not like that, but you go to the dictionary and you look for the word pidikkuka. നോക്ക്, അതിന് അറ്റ്ലീസ്റ്റ് ഒരു 150+ മീനിങ്സ് ഉണ്ട്. നിങ്ങൾ ലെക്സിക്കണിൽ നോക്കിയാൽ 150+. ദീസ് ആർ ഓൾ ഇൻ യൂസ്, കറന്റ്ലി ഇൻ യൂസ് ആണ്. അതുപോലെ തന്നെ ഹാവ് യു എവർ തോട്ട് ഈ ഭൂ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രീഫിക്സ് ഭൂ, ഭൂമി, ഭൂതലം, everything, anything with bhu ennolla. So that actually has a meaning. The word bhu has a meaning, and that meaning has been lost now. Lost in the sense nobody uses that word anymore. But bhu means to breathe. Bhumi എന്ന് പറഞ്ഞത് not breathe also, it has even a greater meaning. It means to grow. So bhumi, what is the meaning of bhumi? It's a place where the things grow. മനസ്സിലായോ? അപ്പോൾ things lose meaning. ഇൻഫാക്ട് അതിനൊരു എക്സാമ്പിൾ എനിക്കൊരു വളരെ വേറൊരു ഇന്റർനാഷണൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും റേഡിയോ ആക്റ്റീവ് പോയ്സണിങ്ങിന്റെ സിമ്പിൾ കണ്ടിട്ടുണ്ടോ? ഐ എം നോട്ട് ഷുവർ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ റേഡിയോ ആക്ടിവിറ്റി? കണ്ടിട്ടുണ്ടല്ലോ. എന്താ വി അല്ലല്ല സർക്കിൾ, എക്സാക്ട്ലി വീല് പോലെ. അതായത് ഡേഞ്ചർ ആണ്, ഇറ്റ്സ് റേഡിയോ ആക്റ്റീവ് പോയ്സണിങ് എന്നാ. യു നോ വാട്ട് ഹാപ്പൻഡ്? കഴിഞ്ഞ 30 വർഷമായിട്ട് കുറെ ആൾക്കാർ ഇത് കൂളാണെന്ന് പറഞ്ഞ് ടീഷർട്ടിലൊക്കെ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇത് കാണുമ്പോഴത്തേക്ക് ഈ യങ് ടീനേജേഴ്സ് ഉണ്ട് ഈ US-ലും UK-ലും, കൂൾ സ്ഥലം, ഇവിടെ എന്തോ ബാറാന്ന് പറഞ്ഞു ബാറും പബ്സിനൊക്കെ ഈ ലോഗോ ഇട്ടു. ഇത് കളറൊക്കെ കൊടുത്ത് അവർ ചെയ്തു. അതിന്റെ പുറത്തൊരു സ്കളൊക്കെ വെച്ച് അവര് ഇതൊരു പബ്ബിന്റെ ഒക്കെ ഇതാക്കി. റേഡിയോ ആക്റ്റീവ് പോയ്സണിങ് എന്നാണ് ആക്ച്വലി അതിന്റെ അർത്ഥം. അതായത് ഇതിന്റെ അടുത്തോട്ട് വരരുതെന്ന്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ മീനിങ് മാറും എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. സോ വെൻ യു സ്റ്റാർട്ട്, ഈ ഇടയ്ക്ക് ഏതൊരു മൂവിയിൽ കേട്ടു, ഭയങ്കരം എന്ന് പറയുന്ന വാക്ക് നെഗറ്റീവ് ആണ്,
നമ്മൾ പറയും ഭയങ്കര നല്ല സിനിമ എന്ന് പറയും. ഇറ്റ് ഇസ് ആക്ച്വലി ഇറ്റ് മേക്സ് നോ സെൻസ്. പക്ഷെ നമ്മളത് യൂസ് ചെയ്ത് അങ്ങനെ ഞാൻ പോലും അത് യൂസ് ചെയ്യുന്നു. ബട്ട് I think that's where AI is generative AI is ഇത് ബിക്കോസ് ബയസ്ഡ് ആകുന്നത് കൂടുതലും ഇതാ പഠിക്കുന്നതെങ്കിൽ പിന്നെ ഇതല്ലേ സംസാരിക്കാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് എ ചൈൽഡ് ലേൺസ് ഫ്രം ദിസ്. കോസ്റ്റും പ്രോസസിംഗ് കോസ്റ്റ് ഒക്കെ താഴെ വന്നല്ലോ. അതുപോലെ ഭാവിയിൽ വരുമായിരിക്കും. പക്ഷെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. വൺ മാൻ ഷോ ആണ് ഇപ്പോഴും. എന്താവും എന്നുള്ളത് കണ്ടറിയണം. ഇല്ല, പക്ഷെ ഫാക്ട് ഈ സ്കെയിൽ മാറി. ഇപ്പോൾ പണ്ട് നമ്മൾ ഈ മോഡൽസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്കെയിൽ ചെയ്യുന്ന പറഞ്ഞ ഒരു കമ്പനിയുടെ ഡേറ്റ മാത്രമേ ഉള്ളൂ. ഫൗണ്ടേഷൻ മോഡൽസിന്റെ കാര്യം ഈ കോസ്റ്റ് ഓഫ് അത് ഐ തിങ്ക് ലോ ഉണ്ടല്ലോ, അതിന് പേരുന്നത് മൂർസ് ലോ ആണോ? മൂർസ് ലോ വിൽ ഡെഫിനറ്റ്ലി കം ഇൻ ടു പ്ലേ ഹിയർ. ബട്ട് point is the cost of getting this data using the model is very cheap because you are now embedding it in web. Like Gmail, it has the next word prompt is there. It's been already there. So it's a very interesting time. I think even founders as well as employees, everyone are introspecting on how to decide the next steps and Can I just make a couple of points, just rebutting Jiku? So, and also just adding on to, I mean, if you look at ideas, I think there are basically two types of ideas. You can look at like incremental ideas, incremental improvements and optimizations and things of that nature. Definitely, there's a lot of value in it. A lot of people have made a lot of money on it. People have taken the denim jeans and brought into other industry and made money and so on and so forth. But the really valuable ideas are always the ones that do not fit into that pattern of like incremental stuff. The question is, can AI really generate it? I mean, can AI be a Steve Jobs and say, okay, now we need to make a phone which has got full glass? Will they do it? See, that's the issue, right? And in terms of like magic sauce, I mean, I'll tell you, there is this one question: who's going to be at the higher caste, right? Let me tell you about the people who are going to be at the highest level of the highest class. For that, there is this book by Aldous Huxley, one novel. In that, actually, they mentioned that there's like 5 people who run the whole world. I don't remember. It's a very famous novel by he's most known for that novel. Okay, so recently a movie was made on, not movie, a series was made on it as well. I didn't see the series. Aldous Huxley. Okay, anyway, the thing is, the people, and I think these are the people, Brave New World, exactly, Brave New World. So the people who are going to be at the top, sorry? Yeah, Aldous Huxley. Yeah, it's an old book. But I mean, I'm just talking about this high cost, low cost thing, right? So my point is that who is going to be at the top, right? And the top is not going to be people. I can tell you one thing, and the reason I always stress on this practice is so important. And practice also doesn't mean that practice in a vacuum, that you sit at home and you make something. Oh, I know a lot of people who go watch YouTube videos and all that, and they say, oh, now I'm a Python programmer, I'm a this programmer, that programmer. You have to literally jump into
and put it out there, and and be ready to take the feedback. And by feedback I mean, not, I'll tell you one thing. One thing I'm recently learning very much is that nobody will give you feedback. Nobody cares about what you do. Okay, you make something, put it out there, and that is the feedback. Do people respond to you, right? Do people respond to your product or whatever that you're building? And the people who are going to be at the very top are people who are not going to be programmers or data scientists. Or, and by the way, you cannot aim to do that in, like, when you're by the time you're 30 or something. That's very difficult. You can aim to do that by the time you're 60 maybe. People who are going to be at the very top are people who are going to understand human psychology. What do they, and for example, I'll tell you a very simple example. There's this thing called lean in agile. Has anybody heard of this lean? I think all the seniors have heard of it. It's such a complex concept that because you cannot teach it, you cannot learn it. The only way that you get to learn that is through difficult experimentation over 10, 15 years. Those are the things that are going to define who are going to be at the very top. If you do that a lot, you learn what it is and you become useful to society, and therefore you go to the top. Otherwise, you're going to this thing. The second thing, I was just talking about incremental ideas, right? So the second thing, are there new ideas? Yeah, of course there are new ideas. Brand new, completely new ideas. There are new ideas about the Bible, which has been written for 2,000 years. It has been out, published. People are reading it. People are talking about it. There are brand new ideas about it, about interpreting a piece of text that has been there for 2,000 years. So don't say that there are no new ideas. There are lots of new ideas. And these are not things that could be generated through AI or through some speculative. Probably the only way to maybe come up with this ideas is, figure out a way how you can give some LSD or something to the AI. Then maybe you'll get those ideas. But otherwise, I don't see, how that human LSD എന്ന് പറഞ്ഞപ്പോ yeah. This is getting live streamed. FAYA. No, there are lots of new ideas. I just There's a limited slip differential now. I just want to just make one more point. There is always this danger of going into, is it useful? Dude, even Deepu just talked about it now. Just at the beginning of this thing, he was saying, is it useful? Will people come? What is the use of this thing? And will there be opposition to it and so on? It's very, very dangerous to think, is it useful? Now, obviously, for all of us, we are at the bottom level, in the hierarchy of things. We have to produce useful things, which is immediately useful to others. But truly great ideas are always are very abstract, and they are not useful. And it really takes relativity. Dude, look at the best PhD thesis and all. How do you think that AIs will come up with that? And even if it does, it's going to be extremely expensive. You might need like a huge planet to, I don't know if you have read the book Hitchhiker's Guide to the Galaxy. In that there is this very famous story. There's a very famous story. So there is this set of people. They're all confused and they're like having political problems and everything. So what they did is that they decided to build this huge computer. Okay, this computer will give the answer to life, universe, and everything. Okay, it will give the meaning of life, everything. It's going to give you the answer. So they built this humongous computer, and this computer said, okay, it's going to take 1,000 years to calculate this or to give us the answer. So they built this huge computer, and 1,000 years go by, and on the big day when the answer is going to come out, they all, there's a big party and everything, and they're like, the answer is coming, and there's a head. By that time, there's head priest of the computer, probably the maintenance engineers of the computer. They're like the head priest, and all. They come there, and the computer will print out a paper with the answer. He takes the answer and he looks at it. He's like, "What is this?" He goes to the front of the mic and he says, "The computer gave this answer. So what is the answer? 42. 42. Oh, that is the answer." So now, so I hope you understand the joke there. The answer is 42. The meaning of life, universe, and everything is 42. Okay. So now they built this. So then they decided, dude, what is this? Like, what is 42? What does it mean? Let us build another computer. Okay, which will.
No. They decided to build another computer altogether to find the question. So they earlier they asked for the answer to life, universe, and everything. So now they want to build the question to life so that we can understand what this 42 means. That computer is the Earth. In that novel. I mean, I'm just trying to say that. Yeah. I would advise you to read the books. It's very good book. Very good. Four novels is very good. But the thing is that really groundbreaking ideas, and that's what everybody is searching for. And I'll tell you, like, maybe in this room, probably 0.01% of the people in this room will discover a brand new idea. Because nobody, 0.01 of the people in the room. Right. Say I'm sorry. But see, the thing is that if you look at statistically, yes, 0.01. But it's possible. It's possible that one of you will come out with the next groundbreaking idea. You may not make any money on it. No, point is we have all done enough to scare a lot of people here. And, so I think I just want to change the topic a bit, right? Can I just finish? So my point is this: don't fear that the thing that you make is not useful. See, that is the important thing. You ideate, come up with the ideas, try to build something out of it. That itself will give you practice and ways to deal with the future and so on. Don't fear like usefulness as a thing. Just do it. That's all. Thanks. No, so what I wanted to mention is, we have done, I think all of us have put our part in scaring a lot of people here who are looking forward. But I think the opportunity is right here, right now. See, there is this simple data. India's economy doubled 1 trillion to 3 trillion. First trillion was 60 years. Second trillion was 5 years. Third trillion was 2 something. Next trillion will be 1 year. And every 6 months we will increase our GDP. So we have never been in this position as an individual to do anything. So the opportunity is right here, right now. If you look very small at this AI, then it is very small. So there is this lot of VCs and all our funding companies. A lot of fund is coming towards India. There's this one concept where a lot of companies are starting in India, which is called make it 10x better, 10x cheaper. Every product that is built outside can be built in India, which is 10x. There is a lot of companies just using the same approach. That is a tremendous opportunity, because right now we are at that point of inflection where TCS, Infosys have all produced a lot of great product managers, project managers all the time. We have all traveled to US, worked there, worked for larger companies. There is a set of people coming back. Next big opportunity is here. It might not necessarily always be AI, but there is money, there is opportunity. That the number of people moving from lower middle class to upper middle class, that domestic market itself is worth trillions. So we don't need to go out. Unlike 10 years back, for any SaaS company to start here, you have to look outside for the market. Right now, you still this rate continues of multiplying. There is tremendous opportunity here, and in terms of number of large organizations which are digitized in India, very low. So there is huge opportunity. Robin. I agree. Like India is the fastest growing economy. So if you are, there should be. I mean, there is fact. It's a fact. It's a fact. Like this is the place where you can create wealth, right? ഞാൻ ഒരു കുറച്ചൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുക. പിന്നെ ആവശ്യം ഞാനൊരു ചെറിയ കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കുറച്ച് ഷെയർ ചെയ്യാനായിട്ട്. ഒന്ന്, എൻ്റെ ഐ സ്റ്റാർട്ട് മൈ കരിയർ ഇൻ 1999. അവിടെ തൊട്ട് ഞാൻ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഫ്രെയിം വർക്ക്സ്, പല കാര്യങ്ങളും പഠിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണല്ലോ എപ്പോഴും ഉണ്ടാവുക. അപ്പം ഞാൻ എങ്ങനെയാണ് അത് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് ഷെയർ ചെയ്യാം. അത് തന്നെ ആയിരിക്കണം എന്നില്ല മറ്റുള്ളവർ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണെന്നും ഇല്ല, ബട്ട് ഇറ്റ് വർക്ക്സ് ഫോർ മീ. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത്
നമ്മൾ പലപ്പോഴും ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരുത്തൻ ജാവയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ മരിക്കുന്നവരെ ജാവയിലാണ്. പൈത്തണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമില്ല. അവന് വേറെ ഒരു ലാംഗ്വേജുകളോട് പുച്ഛം, വേണ്ട ആഡംബരമാണ്. അങ്ങനല്ല വേണ്ട. ദർ ഇസ് നത്തിങ് കോൾ ജാവ എഞ്ചിനീയറിംഗ് ഓർ പൈത്തൺ എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗ് ആണ്. സോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഞാനിത് കുറച്ചേറെ നാളായിട്ട് പലരോട് ഷെയർ ചെയ്യാൻ നോക്കുന്നതായിരുന്നു. നമ്മളൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നേരെ നമ്മുടെ പറമ്പിൽ ചെന്ന് കല്ലും കട്ടയൊക്കെ എടുത്ത് വെച്ച് അങ്ങ് കെട്ടിപ്പൊക്കുകയാണോ? നോ, ദാറ്റ്സ് നോട്ട് വാട്ട് യു ഡു. നമ്മളൊരു പ്ലാൻ വരയ്ക്കും. അതിനകത്ത് പിന്നെ ഇലക്ട്രിക്കൽ ഇത് വരുമ്പോഴത്തേക്ക് ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കും. ഇതിനെല്ലാം പ്ലാൻ ഉണ്ട്. ഏത് എഞ്ചിനീയറിംഗ് സ്ട്രീം എടുത്താലും എവറി ന്യൂ ആക്ടിവിറ്റി സ്റ്റാർട്ട്സ് വിത്ത് എ പ്ലാൻ, റൈറ്റ്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഇതൊന്നും ബാധകമല്ല. രാവിലെ വരുന്നു, കോടതി തുറന്നു. ആൻഡ് അതിൻ്റെ എഫക്റ്റ് എന്താ? 40% ഓഫ് ദ സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ഫെയിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സിവിൽ എഞ്ചിനീയർ കൺസ്ട്രക്ട് ചെയ്യുന്ന 100-ൽ 40 പാലങ്ങൾ തകർന്നു വീണാൽ. പക്ഷെ സോഫ്റ്റ്വെയറിലുള്ളവർ ഉണ്ടാക്കി വിടുന്ന സാധനം ഇങ്ങനെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ നോട്ട് inclined towards engineering, we are not doing enough planning. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ കോഡ് വേറൊരാളുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകാശം നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. കാര്യം ഇവൻ എന്താ ചെയ്തു വെച്ചേക്കുന്നതെന്ന് അവന് പോലും അറിയണമെന്നില്ല. ഇപ്പം ഞാൻ തന്നെ ചില എൻ്റെ പഴയ കോഡ് എടുത്ത് നോക്കുമ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പം ഫസ്റ്റ് തിങ് നമ്മൾ കോഡ് എഴുതാൻ പഠിക്കണം. ഈ സിൻടാക്സ് ഇതെല്ലാം പഠിക്കണം. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ് ഈസ് ലേണിംഗ് ഹൗ ടു ബിൽഡ് സൊല്യൂഷൻസ്. നിങ്ങളൊക്കെ പഠിച്ച കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഈ ഫ്ലോ ചാർട്ട്സ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സീക്വൻസ് ഡയഗ്രം, ഇതൊക്കെ ഇപ്പോൾ പുച്ഛം എല്ലാവർക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ ട്രസ്റ്റ് മീ, അത് ചെയ്യുകയാണെങ്കിൽ, അത് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ യു വിൽ എക്സൽ ഇൻ യുവർ ഫീൽഡ്. അത് ഗ്യാരണ്ടീഡ് ആണ്. ഈ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എറേഴ്സ് നേരത്തെ ക്യാപ്ചർ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പാലം പണിത് കഴിഞ്ഞിട്ടല്ല കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. പാലം പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുണ്ടാകുന്ന മണ്ണിൻ്റെ പ്രശ്നങ്ങളും പലതരത്തിലുള്ള ട്രാഫിക്കിൻ്റെ ലോഡ് ഇതൊക്കെ അനുസരിച്ച് ചെയ്യണം. നമ്മളത് ചെയ്യുന്നില്ല. സോ വൺ തിങ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഷുഡ് ഫോക്കസ് ഓൺ these kind of processes. Process എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ദേഷ്യം ഇപ്പം. പിന്നെ നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണ്. ഈ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. ഇപ്പം റസ്റ്റ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ചെറിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. വലിയ ആപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കാൻ വേണ്ട. യു പ്രോബ്ലി സ്റ്റാർട്ട് വിത്ത് സംതിങ് ആസ് സിമ്പിൾ ആസ് ആൻ അഡ്രസ് ബുക്ക്, റൈറ്റ്? അത് എഴുതി നോക്കുക, അതുണ്ടാക്കി നോക്കുക. ഒരു അഡ്രസ് ബുക്ക് ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിം വർക്ക് വരുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ ഇത് ചെയ്യാനായിട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ, ആ ലാംഗ്വേജ് പഠിക്കാനായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫണ്ടമെന്റൽസ് ഓഫ് ദാറ്റ് ലാംഗ്വേജ് വിത്തിൻ എ ഡേ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് അത്രയൊക്കെ എടുക്കുള്ളൂ. സോ വൺസ് യു ആർ ക്ലിയർ അബൌട്ട് ദ പ്രോസസ്സസ്, ഇതെല്ലാം പിന്നെ അങ്ങ് ഒരു ട്രാക്കിൽ വീഴാൻ തുടങ്ങും. പിന്നുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ഞാൻ ഈ അടുത്ത കാലത്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്, അത് 2021 സോ ഞങ്ങൾക്കൊരു റിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറേ നേരം രാത്രിയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തു. 3 മണിയൊക്കെ ആകുമ്പോൾ കിടക്കും. അങ്ങനെ റിലീസ് കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ ഞാൻ കിടപ്പിലായി. 1 മാസത്തോളം ഞാൻ ബെഡിലായി. അപ്പോൾ ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, എന്നാ വട്ടാണ് ഈ ജീവിതം എന്നൊക്കെയുള്ള താത്വികമായ അവലോകനങ്ങൾ നടത്തി. അതിൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയൊരു ടിപ്പുണ്ട്. 2021 മുതൽ ഇപ്പോൾ ഈ 2023 ജൂൺ വരെ ഇറ്റ് ഹാസ് വർക്ക്ഡ് വെരി വെൽ ഫോർ മീ. അതെന്ന് പറയുന്നത് ഒരു ദിവസം, അതായത് ഇപ്പം ഈ ആഴ്ച ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്കറിയാം. ഇനിയൊരു റിലീസ് വരുന്നു, അപ്പം ആ റിലീസിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സ്. അപ്പം ആ റിലീസിൻ്റെ ഡേറ്റ് ഇതാണ്. അപ്പോൾ സോ ഈ ആഴ്ച ഞാൻ എന്ത് ചെയ്യണം, എന്നിട്ട് അതിനെ
ഈ ദിവസം ഞാൻ എന്ത് ചെയ്യണം, അതൊരു 3 ടാസ്ക്, ദിവസം 3 ടാസ്ക് മാത്രമേ ഞാൻ പിക്ക് ചെയ്യുള്ളൂ. ഈ 3 ടാസ്ക് എന്ന് പറയുന്ന അച്ചീവബിൾ ടാസ്കുകൾ തന്നെയാണ്. നമ്മളപ്പോൾ വിചാരിക്കും ഓ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വർക്ക് വരുന്നത്, വർക്കൊക്കെ തീരും, അതൊരു മാജിക്കാണ്, ഇറ്റ് വിൽ ഹാപ്പൻ. ഈ 3 ടാസ്ക് നമ്മൾ ഡെയിലി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് എ സെൻസ് ഓഫ് അച്ചീവ്മെന്റ്. ഇത് ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. നമുക്ക് ആ ഡ്രൈവ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ആൻഡ് യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ടൈം ഫോർ ഡൂയിങ് അതർ തിങ്സ് ആസ് വെൽ. ഈ പറയുന്ന ബുക്ക് വായിക്കാനും, ഈ സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയമില്ല, പക്ഷെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യുന്നുമില്ല, വേറെ ഒന്നിനും ഒരു സമയമില്ല. അങ്ങനല്ല വേണ്ട. ഇത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ദിവസവും യു പിക്ക് 3 ടാസ്ക്. ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. പ്രോബ്ലി 4 ടാസ്ക്. യു സ്റ്റാർട്ട് വിത്ത് സെറ്റിംഗ് അപ്പ് യുവർ ബെഡ്. രാവിലെ ബെഡ് റെഡിയാക്കുന്നത് മുതൽ തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു 3 ടാസ്ക്. അത് എനിക്കത് ഈ 3 ടാസ്കുകളും എനിക്കൊരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തീർക്കാൻ പറ്റും. ഇത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഞാനൊക്കെ ഇത് പല കാര്യങ്ങളും മനസ്സിലാക്കിയത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. ഞാൻ ഇപ്പോൾ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ ഞാൻ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ആരായി പോയതിനെ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ആലോചിക്കും. നിങ്ങൾക്ക് ആരൊക്കെ ആവാം, അതിനുവേണ്ടി ഷെയർ ചെയ്തതാണ്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. അന്ന് രാവിലെ ഞാൻ മറ്റേ ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് എ മാസ്റ്റർ പ്രോകാസ്റ്റിനേറ്റർ എന്ന് പറയുന്നൊരു ടെഡ് ടോക്ക് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഒന്ന് പറയാമോ അതിന്റെ എന്താണ് അതിനകത്ത്? അല്ല, നമ്മൾ എല്ലാവരും പ്രോക്രാസ്റ്റിനേറ്റേഴ്സ് ആണ്. എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യും. ഇതാണ് ആദ്യത്തെ ആഴ്ച ചെയ്യുന്നത്, രണ്ടാമത്തെ ആഴ്ച ചെയ്യുന്നത്, എന്നിട്ട് അവസാനത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തലേ ദിവസമാണ്, അല്ലെങ്കിൽ ഇത് ഇനി എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും ആ എഫേർട്ട് ഇട്ട് തുടങ്ങുന്നത്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നതെന്ന് പറയുന്നത് 3 കഥാപാത്രങ്ങളെ കുറിച്ചാണ് പറയണം. ഒന്ന്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്, അത് ചെയ്യണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് നമ്മൾ. രണ്ടാമത്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പറയുന്ന ഒരു ദിവസം. അതായത് നമുക്കിത് ചെയ്യാനായിട്ട് നമ്മളിത് ചെയ്യണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ, ഇപ്പൊ ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രോജക്റ്റ് വെക്കണം, അല്ലെങ്കിൽ ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ബുക്ക് എഴുതണം, അല്ലെങ്കിൽ കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വാങ്ങി പതുക്കെ വന്നിട്ട് നമുക്കിത് ഈ ഒരു വീഡിയോ കണ്ടാലോ, അല്ലെങ്കിൽ ഈ ഒരു ഇത് കണ്ടാലോ, അല്ലെങ്കിൽ അവിടെ ഇത് വന്നിട്ടുണ്ട്, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങും. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഈ മങ്കി കയറിയിരുന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങും. മറ്റേ സൈഡിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ പിന്നെ അവസാനം ആകുമ്പോഴത്തേക്കും ഇന്നത്തെ കഴിഞ്ഞ് നമുക്ക് നാളെ തൊട്ട് തുടങ്ങാം, വീണ്ടും അടുത്ത ദിവസം തൊട്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടു പോകും. അണ്ടിൽ സംവൺ കംസ്, അതിന് പറയുന്ന പേരെന്താണ്? അതായത് ഈ ഡെഡ് ലൈൻ മോൺസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനം. ഡെഡ് ലൈൻ മോൺസ്റ്റർ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് വരുമ്പോൾ ഈ നാളെ കൊടുത്തിട്ട് ഞാൻ വെളിയിലാവും എന്ന് പറയുന്ന ഡെഡ് ലൈൻ മോൺസ്റ്റർ. ഈ ഡെഡ് ലൈൻ മോൺസ്റ്ററിനെ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കി ഭയങ്കര പേടിയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഡെഡ് ലൈൻ മോൺസ്റ്റർ നാളെ ഇതെന്ന് പറയുന്ന സമയത്ത് ഈ മങ്കി ഓടിയോടെ മാറിപ്പോയിട്ട് പിന്നെ നമ്മൾ കയറിയിരുന്ന് പതുക്കെ ഡ്രൈവ് ചെയ്ത് ചെയ്യാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഈ ഡെഡ് ലൈൻ മോൺസ്റ്റർ വരുമ്പോ മാത്രം വന്നിട്ട് ചെയ്യുകയും വളരെ സപ്പാറായിട്ട് മാത്രം സാധനങ്ങൾ ചെയ്ത് പുറത്തേക്ക് ഇറക്കുകയും ചെയ്യുന്ന ഒരു തരം ആൾക്കാരായിട്ട് നമ്മൾ എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കീസിന് നേരത്തെ അത്രത്തോളം എബണ്ടൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഓരോ സെക്കൻഡിലാണ് വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന, റീൽസ് നമ്മൾ വരുന്നത്, അത്രത്തോളം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആക്ടിവിറ്റീസ് നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടാണെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നിരിക്കാം, 5 വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴെന്ന് പറയുന്നത് മെസ്സേജുകളുടെ പെരുമഴയാണ്. സോ ഫുൾ ടൈം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കിയാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ പറഞ്ഞു ഡെഡ് ലൈൻ മോൺസ്റ്ററിനെയാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കിക്ക് പേടി എന്നുള്ളത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഡെഡ് ലൈൻ ഒന്നും ഇല്ലാണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അതാവണം, ഇന്നത് ചെയ്യണം, ഇന്നതിന്റെ കാര്യങ്ങളൊന്നും. അതിനൊന്നും ഒരിക്കലും ഈ ഡെഡ് ലൈൻ മോൺസ്റ്റർ വന്ന് ഇതിനെ പേടിപ്പിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മളതൊന്നും ചെയ്യത്തുമില്ല. മനസ്സിലായി? സോ അതിനെ നമ്മൾ റിയലൈസ് ചെയ്ത് നമ്മളിത് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു ഇതിനകത്ത് പറയുന്നത്. സോ ഐ ജസ്റ്റ് തോട്ട് ഓഫ് ഷെയറിംഗ് ദാറ്റ് ഓൾസോ വിത്ത് യു. അപ്പോ നമുക്ക് ജസ്റ്റ് അൺകോൺഫറൻസ് നമ്മൾ തുടങ്ങി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ് പറയേണ്ടത്, നമ്മൾ 7 മണിക്ക് ഇനി നമ്മൾ 2-3 കാര്യങ്ങൾ കൂടി ചെയ്യുന്നു.
നമുക്കിപ്പോൾ 10th ആനിവേഴ്സറിയുടെ ഒരു കേക്ക് ഉണ്ട്. ആ കേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് കുറച്ച് പിസ്സ ഉണ്ട്, നമുക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാം. 7 മണിക്ക് നമ്മൾ ഒരു ട്വിറ്റർ സ്പേസസിൽ അൺകോൺഫറൻസ് ഒഫീഷ്യലി ഓൺലൈനായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളത് ജിക്കു ആണ്. ജിക്കു അതിനെ കുറിച്ച് സംസാരിക്കും. സോ അൺകോൺഫറൻസ് ആയതുകൊണ്ട് ദീപു പറഞ്ഞു എല്ലാവരും ഞെട്ടിക്കണമെന്ന്. അപ്പം ഞെട്ടിക്കാൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചോ, ഒരു മീഡിയമിൽ എടുത്ത് നമുക്ക് കുറച്ച് ഈ സ്പേസസിനെ ഒന്ന് റിമോട്ടായിട്ട് സ്പ്രെഡ് കൊണ്ടുപോകാവുന്ന ഒരു തോട്ട് വന്നു. സോ ബേസിക്കലി ട്വിറ്റർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അതിനുവേണ്ടി ചൂസ് ചെയ്തു. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. സാധാരണ ഒരിക്കലും എൻ്റെ ചെയ്യാത്ത ആർഗ്യുമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ സംതിങ് വെരി ഫാസിനേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ തിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പല കമ്പനിയുടെയും എസ്പെഷ്യലി പുറത്തെ കമ്പനികളിലെയൊക്കെ CEOs ഒക്കെ അതിൻ്റെ പ്രൈമറി അവരുടെ ഹാൻഡിലായിട്ട് അത് മാറിയിട്ടുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ശശി തരൂർ ഒരു കാര്യം പറഞ്ഞു എന്ന് ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാൽ യൂഷ്വലി അത് പറയുന്നത് എങ്ങനെ ഹൈഫൺ ഇട്ടിട്ട് ബൈ ശശി തരൂർ എന്നല്ലേ. അത് കുറച്ച് നാളായിട്ട് അത് ഇവോൾവ് ചെയ്തത് @ശശി തരൂർ എന്ന് പറയാറുണ്ട്. യുനോ വൈ? ബിക്കോസ് ഇന്റർനെറ്റിൽ ഒരാളെ മാർക്ക് ചെയ്യാനുള്ള ഒരു സാധനമായി മാറിയിട്ടുണ്ട് ഈ ടെലിഗ്രാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ അങ്ങനെ കൊടുക്കില്ല, കുറച്ചും കൂടി പ്രൈവറ്റാ. ഇതിനെ നമുക്കത് കൊടുക്കാൻ പറ്റും. ഇമെയിലും പറഞ്ഞാൽ ഭയങ്കര സ്പാം വരും. അങ്ങനെ അത് ഇവോൾവ് ആയി ആ പ്ലാറ്റ്ഫോം. അപ്പോൾ എൻ്റെ ഒരു സജഷനാണ്, ഇഫ് നമ്മളൊരു ടെക്നോളജി ഇത് കൊണ്ടുവരികയാണെങ്കിൽ, ഈ ഇടയ്ക്ക് അങ്ങനെ ഒരു മെന്റൽ മോഡൽ ഞാൻ കേട്ടു, ദാറ്റ് വാസ് വെരി ഫാസിനേറ്റിംഗ്. സിലിക്കൺ വാലിയുടെ ഡിജിറ്റൽ റെപ്ലിക്ക പ്രാക്ടിക്കലി ട്വിറ്ററിലുണ്ടെന്ന്. ഇൻഫാക്ട് ഐ ഹാവ് ബീൻ ആക്ച്വലി ആക്റ്റീവ് ഇൻ ട്വിറ്റർ ഫോർ സം ടൈം. ടെക് സ്പേസസിൽ എസ്പെഷ്യലി ക്രിപ്റ്റോ അല്ലെങ്കിൽ AI അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും പുതിയ സാധനങ്ങളിലെ ആണെങ്കിൽ ദ ആക്ച്വൽ പീപ്പിൾ ഹു റോട്ട് ദ കോഡ് അവർ വന്നിട്ട് പല കാര്യത്തിലും കമന്റ് ചെയ്യുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇതിനെക്കുറിച്ച് താല്പര്യമുള്ളവർ try to be in that platform, try to have a direct conversation with people who have created it. So എൻ്റെ ഒരു സജഷൻ ആണത്. അതുകൊണ്ട് ട്വിറ്ററിൽ ഒരു സ്പേസസ് എന്ന് പറയുന്ന ഒരു സംഭവം കുറച്ച് നാളായിട്ട് ആ ഫീച്ചർ ഉണ്ട്, വിച്ച് ഇസ് നത്തിങ്. നിങ്ങൾ ക്ലബ് ഹൗസ് ഓർമ്മയുണ്ടോ? പണ്ട് ഒരു സാധനം ഉണ്ടായിരുന്നു, ഭയങ്കര പോപ്പുലർ അല്ലേ? അത് അതിന്റെ പോപ്പുലാരിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അത് പോയിട്ടുണ്ട്. അതിന്റെ അതേ ഫീച്ചർ ട്വിറ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ക്വൈറ്റ് ഫാസിനേറ്റിംഗ്. അത് വളരെ നല്ല ഡിസ്കഷൻസ് അതിൻ്റെ അത് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ വി ആർ ട്രൈങ്, എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് വി ആർ ഗിവിങ് ഇറ്റ് എ ട്രൈ ദാറ്റ് ഒരു റെഗുലർ ആയിട്ട് മേ ബി വീക്ക്ലി ഓർ ബൈ വീക്ക്ലി ഓർ വാട്ട് എവർ വി വിൽ ഡു ദിസ് അൺകോൺഫറൻസ് ഡിജിറ്റലി. നിങ്ങൾ എവിടെ ആയിരുന്നാലും ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ട്വിറ്റർ സ്പേസിൽ ഒരുമിച്ച് വരും. ആൻഡ് വിൽ ഡിസ്കസ് അബൌട്ട് സംതിങ് ഫോർ only 45 minutes. വിൽ നോട്ട് ടേക്ക് ദിസ് ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ്. പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്ന പോലെ പോകത്തില്ല. വളരെ വളരെ ഷോർട്ടായിട്ട്, ചിലപ്പം അന്ന് നടന്ന കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ആ ആഴ്ചയിൽ നടന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നമുക്ക് ഈ ദിവസം സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നൊരു സജഷൻ ഉണ്ട്. ഇഫ് യു ആർ ഓൾ ഇൻട്രസ്റ്റഡ്, പറ്റുമെന്നുണ്ടെങ്കിൽ ട്വിറ്ററിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസസിൽ സൈൻ ഇൻ ചെയ്യുക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആൻഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. ഇറ്റ് വുഡ് ബി നൈസ്. ട്വിറ്ററിൽ റെപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞില്ലേ, ഈ ജാവാസ്ക്രിപ്റ്റ് എഴുതിയ ബ്രണ്ടൻ നെയ്ക്ക് ഞാൻ ഒരിക്കൽ ട്വീറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഹി റിപ്ലൈഡ്. കണ്ട് എന്റെ കണ്ണുകളിൽ പോയി. കാര്യം പുള്ളിക്ക് ഞാൻ എഴുതിയ ഒരു പോസ്റ്റിൽ എന്തോ ഒരു കാര്യം ട്രിഗർ ചെയ്തു, പുള്ളി അതിന് റെസ്പോണ്ട് ചെയ്തു. ആക്ച്വലി അതെടുത്ത് നോക്കാൻ പറ്റും. അതിനേക്കാളും ഒരു ഇൻട്രസ്റ്റിംഗ് ഈ ബേർണൻ നൈക്ക് എനിക്കും റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു കാര്യം ചെയ്തപ്പോ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഹൂ ഇസ് ഹി? ഇതിൻ്റെ അകത്ത് മോസ്റ്റ് പ്രോബബ്ലി ഇതിൻ്റെ അകത്ത് കുറെ പ്രോഗ്രാമേഴ്സ് പകുതി ആൾക്കാരും ജാവാസ്ക്രിപ്റ്റ് ആയിരിക്കും. മേ ബി ഈ ഒരു കല്ലെടുത്ത് 60,000 പ്രോഗ്രാമേഴ്സിന്റെ തലയെറിഞ്ഞാൽ ഏതെങ്കിലും പോയി വീഴുന്ന പ്രോബബിലിറ്റി ഹയസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ പുറത്തായിരിക്കും. അതുണ്ടാക്കിയ ആളാണത്. നമുക്ക് ഡിറക്റ്റ് ആക്സസ് ആണ് ഇതുപോലത്തെ ആൾക്കാരുമായിട്ട് കിട്ടുന്നത്. സോ ഐ സ്ട്രോങ്ലി സജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത്, സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയം വെച്ച് നോക്കുമ്പോൾ സ്പെൻഡ് 10 minutes ഇൻ ദിസ്, എന്തെങ്കിലും പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ഇൻട്രസ്റ്റിംഗ്.
സോ ഇഫ് പോസിബിൾ സൈനപ്പ് ചെയ്യാൻ 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ ഡു ഇറ്റ്. ആ അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ തന്നെ പോയിട്ട് എല്ലാ ആൾക്കാരോടും ഫയ പോട്ടിക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ലിമിറ്റ്. ബട്ട് വെൻ ദർ ഇസ് എ ഫോളോ എ പേഴ്സൺ ഹു ആക്ച്വലി പുറത്തു പോയിട്ട് കൂടുതൽ ആൾക്കാരെ കുറിച്ച് ഇത് പറയുക, അങ്ങനെ ഒരു വേർഡ് ഓഫ് മൗത്ത് ആണ് ഫയ പോട്ടിക്ക് ഇന്ന് ഇതുവരെ എത്തിച്ചത്. അപ്പൊ അതിനകത്ത് ആദ്യകാല ആൾക്കാരായിരുന്നു ഡോണൊക്കെ. കട്ടി വാ, കത്തിയേക്കോട്ട് ബാബാ എല്ലാരും വാ, എല്ലാരും ഇതിനകത്ത് കയറി. 7 മണിക്ക് നമ്മുടെ തുടങ്ങും. പെട്ടെന്ന് ട്വിറ്റർ ചെയ്യുക, ഫയ പോട്ടിറ്റി എടുക്കുക. ഫയ പോട്ടിറ്റിക്കകത്ത് ശരിക്കും ആ ഒരു ട്വിറ്റർ സ്പേസസിനകത്ത് ഇങ്ങനെ ഒരു സാധനം കാണാം, അൺകോൺഫറൻസ് വീക്ക്ലി ഗീക്കി ഡെവലപ്പർ ചാറ്റ് എന്നൊരു സാധനം കാണും. ഓക്കെ, വാ എല്ലാരും വാ. ഡോൺ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? വാക്കത്തി ഉണ്ട്, കട്ട് ചെയ്യുന്നതാണ്. യെസ്. അപ്പൊ 10 വയസ്സ് തികയാണ്. കറക്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, Happy birthday to you.